കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് പിന്നെയും സാക്ഷി കൂടാരത്തിലേക്ക് നല്ലൊരു അനുഭവ സാക്ഷ്യവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. കർത്താവിന്റെ ദാസൻ ND തോമസ് നമ്മോട് ഇന്ന് പകൽക്കാലം തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ഒരു നിമിഷം കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സാക്ഷികൂടാരത്തിന്റെ പ്രേക്ഷകർ ഇന്ന് പകൽക്കാലത്തെങ്കിൽ സാക്ഷികൂടാരത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ സൂമിലൊക്കെയും എല്ലാവർക്കും വേണ്ടി കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സാക്ഷ്യം കേട്ടുവിട്ടു പോകുക മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹമായി മാറണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. ഇന്നുപോലെ തികച്ചും ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. അതെ, അങ്ങനെയാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അനുഗ്രഹീതമായ നിമിഷം അപ്പന്റെ പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ, അവിടുത്തെ നാമം ജയമെടുക്കുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ അഭിഷിക്തനെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ഞങ്ങളുടെ ഇന്ന് പകൽക്കാലം കർത്താവെ അടികളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവിന്റെ ദാസന്റെ വായായി നാവായി കൂടെ ഇരിക്കണമേ. കർത്താവെ, ഇത് കേൾക്കുന്ന ജനത്തിന് തന്റെ ഓരോ വാക്കുകളും അനുഗ്രഹമായി മാറുവാൻ കർത്താവെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ആദരിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ ചാനൽ കാണുവാൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അപ്പോൾ തന്നെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങൾ അറിയിക്കണേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അനേകരെ ആശ്വാസവും തണലുമാക്കി മാറ്റുവാനായിട്ട് ഇടയാക്കണം. അപ്പോൾ തന്നെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കും. ഞാൻ ഇതിനകത്ത് നമ്പർ ഷെയർ ചെയ്തേക്കാം. തീർച്ചയായിട്ടും ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളും നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടുവരുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ മുഖവരെ പറഞ്ഞ സമയം കളയുന്നില്ല. കർത്താവിന്റെ ദാസിന് വേണ്ടി സമയം വേർതിരിക്കുന്നു. കർത്താവിന്റെ ദാസിനെ പ്രൈസ് ലോർഡ്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്തിലെ കൊളകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു അല്ലേ? ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ മറ്റൊരു മേഖലയിൽ പോയി ആണ് ട്രൈബൽസിന്റെ ഇടയിലെ പ്രവർത്തനത്തിൽ ആയിരിക്കുന്നത്. അതെ. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോൾ? വീട്ടിൽ ഇപ്പോൾ ഭാര്യയുണ്ട്, ഇളയ മകളുമുണ്ട്. മൂത്ത 2 മക്കള് ബീഹാറിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മുഴുവനും മിഷണറി ഫാമിലിയാ. സ്തോത്രം. അതെ. അപ്പോൾ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പോൽക്കാലം ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നും കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ ഓരോന്നായി ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെച്ചാട്ട് കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, പ്രൈസ് ലോർഡ്. ഇങ്ങനൊരു അവസരം എനിക്ക് ദൈവം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ ചാനലിൽ പ്രിയ കർത്താവിന്റെ ദാസി ബീന തോമസ് എന്ന ദൈവദാസി നേതൃത്വം കൊടുക്കുന്ന ഈ ചാനലിൽ വന്ന് എൻ്റെ സാക്ഷ്യം, ക്രിസ്തീയ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ദൈവമായ കർത്താവ് അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ടൊന്നും തീരുന്ന സാക്ഷ്യമല്ല. എങ്കിലും ഇതിൽ ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ സാക്ഷ്യം അഥവാ ജന്മനാ മുതലുള്ള കുറച്ച് സാക്ഷ്യങ്ങൾ പറയുകയും ഞാൻ രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങൾ പറയുകയും അതിനുശേഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷമുള്ള ഈ 36 വർഷത്തെ അനുഭവങ്ങൾ ഉള്ള സാക്ഷ്യമാണ് കൂടുതലായിട്ട് ഞാൻ പ്രസ്താവിക്കാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ആരംഭം ഞാൻ തുടങ്ങട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ 1954 കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് അടുത്തുള്ള കടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ
അപ്പനും അമ്മയും അതോടൊപ്പം തന്നെ അപ്പന്റെ ബന്ധത്തിൽപ്പെട്ടവരെല്ലാം പാർക്കുന്ന ഒരു ഇടമായിരുന്നു അത്. കടനാട് പഞ്ചായത്തിലാണ്. അത് ഒരുപക്ഷെ പലരും അറിയുമായിരിക്കും. അവിടെ ഒരു കത്തോലിക്ക പാരമ്പര്യ കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. ആ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് ഒക്കെ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരിക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഏതാണ്ട് എനിക്ക് 4 വയസ്സോളം പ്രായമുള്ളപ്പോൾ അന്ന് അത് ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ മലബാറിലേക്ക് കുടിയേറി പാർത്തു. മലബാറിലെ നിലമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, അതിൽ മാമാങ്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയി എൻ്റെ അപ്പൻ കുറെ വസ്തു എടുത്തു. അവിടെ അപ്പന്റെ അനിയന്മാർ 2 പേരുണ്ടായിരുന്നു. അവരുടെ കെയർ ഓഫിലാണ് അവിടെ പോകുന്നത്. എന്നാൽ ഏതാണ്ട് ഒരു 4 വർഷം അവിടെ ജീവിച്ചു. അവര് തമ്മിലുള്ള അകൽച്ച, അഭിപ്രായ വ്യത്യാസങ്ങൾ, മദ്യപന്മാരുടെ ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങളുടെ ഫാമിലി. മദ്യപിച്ച് വല്ലാതെ ആകുന്ന, കത്തോലിക്ക പാരമ്പര്യമാണെങ്കിലും പള്ളിയിൽ പോകുമെങ്കിലും മദ്യപിച്ച് യാതൊരുവിധ വെളിവുമില്ലാതെ ജീവിക്കുന്ന ഒരു ഫാമിലി. അങ്ങനെ ഇവര് ചേട്ടനനിയന്മാര് തമ്മിൽ വലിയ കലഹമുണ്ടായി. എന്നാൽ എൻ്റെ അമ്മ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. അന്നത്തെ വിശ്വാസപ്രകാരം, കത്തോലിക്ക സമുദായത്തിലെ ആചാരപ്രകാരമാണെങ്കിൽ പോലും ഈശോയെ വിളിച്ച് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നത് കൊണ്ട് ഒത്തിരി അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും മോചനം നേടിയിട്ടുണ്ട്. എൻ്റെ മൂത്തത് സഹോദരിമാരാണ്. 3 സഹോദരിമാർ എൻ്റെ മൂത്തവരും അതിനിടെ ഞാന് ഉണ്ടായി. അതായത് എൻ്റെ കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടിയുണ്ട്. ഞങ്ങൾ ഇരട്ടകളായിരുന്നു. അങ്ങനെ അവിടെ കലഹം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എൻ്റെ അപ്പൻ കടന്നു പോരുവാനിടയായി തീർന്നു. മലബാറിൽ അന്ന് വാങ്ങിയ സ്ഥലങ്ങളൊക്കെ വെറുതെ ചെറിയ പൈസയ്ക്ക് അപ്പൻ്റെ അനിയന്മാർക്ക് വിട്ടുകൊടുത്തിട്ട്, അമ്മയുടെ നിർബന്ധപ്രകാരം, ഈ പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങൾ അമ്മയ്ക്ക് ഉള്ളത്, മൂത്തവരൊക്കെ അവര് പ്രായമായി വരുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ പോലും അവരുടെ വ്യക്തിത്വത്തിന് പോലും ഭീഷണി, ഈ ബന്ധുക്കളാണെങ്കിൽ പോലും അപ്പൻ്റെ അനിയന്മാരും അവരുടെ മക്കളാണെങ്കിൽ പോലും അവരിൽ നിന്ന് ഭീഷണി ഉണ്ടാകുന്നു എന്നൊരു കാരണത്താലായിരിക്കാം എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോന്നു. അമ്മയുടെ ആങ്ങളമാര് 2 പേര് ആ ഇടുക്കി ജില്ലയിൽ രാജാക്കാടിനടുത്ത് കൊച്ചുപ്പ് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് പാർത്തിരുന്നു. അവരുടെ ഒരു ആശ്വാസം കിട്ടും എന്നുള്ള ധാരണയിലാണ് അമ്മ നിർബന്ധിച്ച് അവിടെ വരുന്നത്. ആ കാലത്ത് അവിടെയൊന്നും വസ്തുവിനൊന്നും വലിയ വിലയൊന്നുമില്ല. നിസാര വിലയ്ക്ക് മാത്രം വസ്തു കിട്ടും. ഒരു 100 രൂപ ഒരു ആദിവാസിയിൽപ്പെട്ട മന്നാൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുത്തപ്പോൾ ഒരു മല മുഴുവനും ഞങ്ങൾക്ക്, എൻ്റെ അപ്പന് ലഭിക്കുവാനിടയായി തീർന്നു. അളന്നാൽ ഒരു 50 ഏക്കർ എങ്കിലും സ്ഥലം വരുന്ന ഒരു മല വെറും 100 രൂപയ്ക്ക് എൻ്റെ അപ്പൻ വാങ്ങി. ബാക്കി കയ്യിൽ, എൻ്റെ അപ്പനാണെന്ന ആ ഗ്രാമത്തില് ഏറ്റവും കൂടുതൽ പണവും കൊണ്ട് വന്നത്, ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് 1000 രൂപ. 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരണയേ ഉള്ളൂ ഒരു ചായക്ക്. ആ കാലഘട്ടത്തിൽ വന്ന് ഈ വസ്തുവകയെല്ലാം വാങ്ങി. എന്നാൽ അപ്പൻ വേണ്ടതുപോലെ അതിൽ കൃഷി ചെയ്യോ പണി ചെയ്യോ ചെയ്യാതെ അപ്പൻ ഒരു ചാരായക്കാരനായി മാറി, ചാരായം വാറ്റുന്ന ആളായി മാറി. അങ്ങനെ ഏതാണ്ട് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഈ വസ്തുവകളെല്ലാം പിന്നീട് വന്ന പലർക്കും കുറേശ്ശെ വിറ്റ് കടം തീർത്ത് ഞങ്ങൾക്ക് അവസാനം ഒന്നുമില്ലെന്നായി. അപ്പോഴേക്കും ഈ അപ്പൻ കുടിച്ചു വല്ലാതെയായി എൻ്റെ അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. അമ്മയെ ഉപദ്രവം കൊണ്ട് സഹിക്ക വയ്യാതായി. അപ്പോഴേക്കും എൻ്റെ മൂത്ത സഹോദരിമാര്, ഏതാണ്ട് പ്രായപൂർത്തി ആയവര്, ആ സഹോദരിമാരെയും കൊണ്ട് എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയി. അന്നത്തെ കാലത്ത് കൂലിപ്പണി എടുത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ജീവിച്ചു വന്നു. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. ഏതാണ്ട് ഞങ്ങൾ ഹൈറേഞ്ചിൽ വരുമ്പോൾ എനിക്ക് 8 വയസ്സ് പ്രായമാണ്. 8 വയസ്സുള്ള എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ്, ആലീസ് എന്നാണ് അവളുടെ പേര്, ഞങ്ങൾ ഇരട്ടകളാണ്. ഞങ്ങളെ 2 പേരെയും ഞങ്ങളുടെ മൂത്തവളെയും കൂടെ 10 വയസ്സുള്ള ഞങ്ങളുടെ ഒരു മൂത്ത പെങ്ങളെ, ഞങ്ങളെ 3 പേരെയും ഒരുപോലെ കൊണ്ടുപോയി രാജാക്കാട് സ്കൂളിൽ 1ാം ക്ലാസ്സിലാണ് ചേർത്തത്. 1ാം ക്ലാസ്സിൽ ചേർത്തു. പഠനം പൂർത്തിയാക്കാൻ എൻ്റെ പെങ്ങന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ഞാന് ഏതാണ്ട് 6ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും എനിക്ക് ഏതാണ്ട് ഒരു 14 വയസ്സ് പ്രായം, ഞാൻ വീട് വിട്ടുപോയി.
പഠനം പൂർത്തിയാക്കാതെ വീട് വിട്ട് നാട്ടിൻ പുറത്ത് വന്ന് അങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലൊക്കെ പാർത്തു കുറെ കാലം അങ്ങനെ ജീവിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹൈറേഞ്ചിൽ തിരിച്ചു ചെന്നു. അങ്ങനെ അപ്പനോടൊപ്പം അപ്പൻ ചാരായം മാറ്റി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു രീതിയായി മാറി. അപ്പനോടൊപ്പം ചാരായം വനത്തിൽ പോയി വാറ്റുന്നിടത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു രീതി, ഒരു പണി എനിക്ക് അപ്പൻ അനുവദിച്ചു തന്നു. അന്നു മുതൽ ഞാൻ എങ്ങനെ ഈ ചാരായം കൊണ്ടുവന്ന് വിൽക്കുന്നത് കൊണ്ട് അത് വാറ്റിത്തരുന്ന വ്യക്തി അല്പമാൽപ്പം കുടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച് ഞാനൊരു കുടിയനായി മാറി. ഏതാണ്ട് 2 വർഷക്കാലം ഈ മദ്യത്തിന്റെ ബിസിനസ്സും ഒക്കെ ആയി നടന്ന നല്ല ഒരു കുടിയനായി മാറി. ഏതാണ്ട് എനിക്ക് 18 വയസ്സ് പ്രായമായപ്പോഴേക്കും ഞാൻ നമ്പർ 1 ഒരു മദ്യപാനിയായി മാറി. മദ്യപാനം മാത്രമല്ല, അന്ന് ആ കാലഘട്ടത്തിലെല്ലാം ഹൈറേഞ്ചിൽ കഞ്ചാവിന്റെ കൃഷിയും ബിസിനസ്സുകളുമാണ് നടക്കുന്നത്. ഞാൻ ആ നാളുകളിൽ പെട്ടെന്ന് തന്നെ ഏതാണ്ട് 18 വയസ്സ് പ്രായമുള്ള ഞാൻ മദ്യപിക്കുക മാത്രമല്ല അല്പം തല്ലുകാരനും കൂടി ആയി മാറി. അങ്ങനെ ഞാൻ കഞ്ചാവ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് മലബാർ സൈഡിലേക്ക്, അഥവാ മലബാറിലേക്കും കർണാടകത്തിലേക്കും ഇത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകാനിടയായി തീർന്നു. അങ്ങനെ കഞ്ചാവ് വിറ്റും ആ കഞ്ചാവ് വിറ്റ് കിട്ടുന്ന പണം മുഴുവനും മദ്യപിച്ച് തീർത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ ഒരു സത്യം പിന്നീട് ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പം മനസ്സിലായി. മറ്റുള്ളവരെ ഞാൻ ഉപദേശിക്കും, പിതാക്കന്മാര് മാതാപിതാക്കള് പാപികളായാൽ ആ മക്കൾ അതേ വഴിയിൽ മാത്രമേ കടന്നു വരികയുള്ളൂ. അപ്പൻ മദ്യപാനിയായാൽ മകനും മദ്യപാനിയായി മാറും. എൻ്റെ അമ്മ 5 ആൺമക്കളെയും 4 പെൺമക്കളെയും പ്രസവിച്ച അമ്മയാണ്. അതിൽ 4 ആൺമക്കളും ഏതാണ്ട് 2.5 വയസ്സ് 3 വയസ്സും ഒക്കെ പ്രായമുള്ളപ്പോൾ മരണപ്പെട്ടു പോയി. കാരണം അന്നത്തെ കാലത്ത് വലിയ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. നാട്ടിൽ നിന്ന് തന്നെ ആ മക്കൾ 4 ആൺമക്കളും മരിച്ചുപോയി. പിന്നീട് അവശേഷിച്ച ഒരു ആൺമകൻ ഞാനാണ്. പിന്നെ 4 സഹോദരിമാരും മരണപ്പെടാതെ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. ഏതായാലും ഞാൻ യൗവനത്തിൽ തന്നെ തികഞ്ഞ മദ്യപാനിയും പുകവലിക്കുന്നവനും ആയി വല്ലാതെ താന്തോന്നിയായി നടന്നു. ആ നാളുകളിലെ ചില പെന്തക്കോസുകാരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. മദ്യപിച്ച് പത്തും പ്രാർത്ഥനയും കേൾക്കുന്ന കോപം ഉണ്ടാക്കി പെന്തക്കോസുകാരെ അനേകരെ ചീത്ത വിളിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പെന്തക്കോസ് ചർച്ചില് പാസ്റ്റർമാരെ വല്ലാതെ ചീത്ത വിളിച്ച് കല്ലെറിഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് വന്നു. പൈശാചികമായ ബന്ധനത്തിലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഈ പാപ രീതികളെല്ലാം വാസ്തവത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതായിരിക്കെ അത് കടലിന്റെ ആഴങ്ങളിലേക്ക് ദൈവം തള്ളിക്കളഞ്ഞതാണ്. എങ്കിലും അതിനെ ചകഞ്ഞെടുക്കുന്നത് ദൈവഹിതം ഒന്നുമല്ല എങ്കിൽ പോലും ഒരു സാക്ഷ്യമായിരിക്കുന്നത് കൊണ്ട് എങ്ങനെ കർത്താവ് എന്നെ രക്ഷയിലേക്ക് നടത്തി എന്നുള്ളതിന്റെ ചില വഴികള് ഞാൻ പറയുവാനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതാണ്ട് 18 വയസ്സ് 19 വയസ്സിലൊക്കെ ഞാൻ വടക്കൻ മേഖലകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ആ നടപ്പിലെല്ലാം മദ്യപാനിയും പാപത്തിന്റെ മഹാപടുകുഴിയിൽ വീണ വ്യക്തിയായിരുന്നു ഞാൻ. ഏതാണ്ട് എനിക്ക് 22 വയസ്സ് ഒക്കെ പ്രായമുള്ളപ്പോഴേക്കും ഞാൻ വീണ്ടും മലബാർ കർണാടക മേഖലകളിലൊക്കെയുള്ള യാത്ര കഴിഞ്ഞ് ഭവനത്തിൽ മടങ്ങിയെത്തും. അപ്പോൾ എൻ്റെ അമ്മ വല്ലാതെ അവശതയായി ഈ കൂലിവേലയെടുത്ത് ആ നാളുകളിൽ എൻ്റെ മൂത്ത പെങ്ങളെ വിവാഹം കഴിച്ചു. ഒന്നും കൊടുക്കുവാനില്ലായിരുന്നു. കാരണം അപ്പൻ എല്ലാം വിറ്റ് നശിപ്പിച്ചല്ലോ. 50 ഏക്കറോളം സ്ഥലം ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങൾ അവസാനം നിസാരമായ എന്തോ പൈസ കൊടുത്താണ് എൻ്റെ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചു വിടുന്നത്. അങ്ങനെ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചു. ഏതാണ്ട് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഉള്ളത് ഈ മൂന്നാമത്തെ പെങ്ങള് ജോലിക്ക് ഇറങ്ങി, അമ്മയും കൂടി ജോലിക്ക് പോയിയാണ് പിന്നെ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും ആ നാളുകളിലും അപ്പന്റെ മദ്യപാനം നിന്നു പോയിരുന്നില്ല. എന്നാൽ ഞാൻ ഏതാണ്ട് ഒരു 20-25 വയസ്സ് പ്രായമായി എന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കും അപ്പൻ മദ്യപാനം ഇച്ചിരി കുറച്ചു. അല്പം ഭയം അപ്പന് ആയി തുടങ്ങി. അങ്ങനെ ഇരിക്കെ അധികം താമസിക്കാതെ അപ്പൻ രോഗിയായി തീർന്നു.
രോഗിയായി വീണു. ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല. രാജാക്കാട് നിന്ന് ഞങ്ങൾ ഉണ്ടായിരുന്ന 10 സെന്റ് സ്ഥലം വിറ്റിട്ട് ചെമ്മണ്ണാർ എന്ന് പറയുന്ന കുത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ആ ദേശത്ത് ചെന്ന് ഒരു 60 സെന്റ് സ്ഥലം കുറഞ്ഞ പൈസയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി. അവിടെ എൻ്റെ മൂന്നാമത്തെ പെങ്ങളും ഭർത്താവ് അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് ഒരു കുട്ടിയായിരുന്നു. അവര് ഈ പറഞ്ഞ കുത്തുങ്കൽ വന്ന് സ്ഥലം വാങ്ങി. അപ്പോൾ മൂന്നാമത്തെ പെങ്ങളും അളിയനും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെയായി ജീവിച്ചു. അപ്പൻ രോഗിയായി വീണ് അപ്പനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് വന്നു. അങ്ങനെ ഇരിക്കെ ഏറ്റവും ഇളയ പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ട വകയിൽ കുറെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കല്യാണത്തിനൊന്നും ഞാൻ ആ സ്ഥലത്തില്ല. ഞാനിങ്ങനെ കൂടെ പുറത്ത് അഥവാ നാട് വിട്ടു പോകുമായിരുന്നു. അങ്ങനെ പോയി മടങ്ങി വരുന്ന സമയത്ത് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നത്. എന്നാൽ ദൈവം എന്നെ മുൻ കണ്ടിരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നശിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന ആളല്ലെങ്കിലും എൻ്റെ അമ്മ ഏത് നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഞാൻ വീണ്ടും മടങ്ങി വന്ന് ഈ കടബാധ്യതകളെല്ലാം തീർക്കുന്നതിന് വേണ്ടി ഈ വസ്തു വിൽക്കേണ്ടി വന്നു. നിസ്സാര വിലയ്ക്ക് ആ വസ്തു വിറ്റ് അന്ന് ഉണ്ടായിരുന്ന അഥവാ വീട്ടുകാർ വരുത്തി വെച്ച ഈ പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ട വകയിലൊക്കെ വന്ന കടബാധ്യതകൾ തീരാൻ വേണ്ടി ആ വസ്തു വിറ്റ് ആ കടം വീട്ടിച്ച് അപ്പനെയും അമ്മയെയും കൂടി കൊണ്ടുപോയി എൻ്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലാക്കി. അവര് അതിനിടയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത പെങ്ങളും അളിയനും കൂടി അവരുടെ മക്കളുമായിട്ട് ഈ പറഞ്ഞ കുത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് സ്ഥലം വാങ്ങി താമസം തുടങ്ങിയിരുന്നു. അവിടെ വെച്ച് തന്നെ എൻ്റെ മൂത്ത അളിയൻ പെട്ടെന്ന് തന്നെ അറ്റാക്ക് വന്ന ആയിരിക്കാൻ മരണപ്പെട്ടു പോയി. പിന്നെ പെങ്ങളും പെങ്ങൾക്ക് 6 ആൺമക്കളാണുള്ളത്. എല്ലാം ചെറിയ പിള്ളേര്. അവരെ വളർത്തുന്നതിന് വേണ്ടി പെങ്ങൾ കൂലിവേല ചെയ്തു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആ പെങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ അപ്പനെയും അമ്മയും കൂടെ ഞാൻ കൊണ്ടേയാക്കിയതിന് ശേഷം ഞാൻ അവിടുന്ന് വീണ്ടും നാട് വിട്ട് ഞങ്ങളുടെ ജന്മസ്ഥലമായ കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള കടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന്, രാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് എൻ്റെ അകന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി. റബ്ബർ വെട്ടും അങ്ങനെയായി. ആ കാലഘട്ടത്തിൽ അതിനിടയിൽ എനിക്കുണ്ടായ സംഭവങ്ങൾ എന്ന് പറയുന്നത് മദ്യപാനവും പുകവലിയും, അതിലുപരി തല്ലുകാരനായതുകൊണ്ട് തല്ല് എനിക്കും കിട്ടി, തിരിച്ചും കൊടുക്കും. പോലീസ് കേസുകൾ, പോലീസ് കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട്, പോലീസിനെയും തല്ലിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ നിമിത്തം ഞാൻ പെട്ടെന്ന് രോഗിയായി തീർന്നു. ഏതാണ്ട് എനിക്കൊരു 28 വയസ്സ് പ്രായമായപ്പോഴേക്കും ഞാൻ രോഗിയായി. പാലായിൽ ഉള്ള പ്രിവിത്താനം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഡോക്ടറെ, ദിവാകരൻ ഡോക്ടർ എന്ന് പറയുന്ന ആ ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, നല്ലപോലെ മരുന്നും ഭക്ഷണവും കഴിച്ചാൽ നിനക്ക് 2 വർഷം കൂടെ ചിലപ്പോൾ ഒരുപക്ഷെ ആയുസ് കിട്ടിയേക്കും. കാരണം ക്ഷയരോഗം, അൾസർ, അമീബിയ, കാല് 2 നിറച്ച ആണി എന്ന് വേണ്ട വിട്ടുമാറാത്ത ചുമ, ഇത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന ലാഭവും കൈമുതലും. അങ്ങനെ ഇരിക്കെ ഞാന് നിരാശനായി. എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ട് നടക്കുമ്പോൾ ഈ പറഞ്ഞ രാമപുരത്തിനടുത്ത് കുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഞങ്ങളുടെ അകന്ന ഒരു ബന്ധു, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഞങ്ങൾ പേരപ്പ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ നാട്ടിലെ പ്രായമുള്ളവരെ പേരപ്പ എന്ന് വിളിക്കുക. ഈ പേരപ്പൻ എന്നെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. ഏഴുമുട്ടം, തൊടുപുഴയ്ക്കടുത്തുള്ള ഏഴുമുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കരിസ്മാറ്റിക് നടക്കുന്നു. പള്ളിക്കുന്നേൽ അഗസ്റ്റിൻ അച്ഛനാണ് എൻ്റെ ലീഡർ. അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിൽ പോയി ഞാൻ കരിസ്മാറ്റിക്കിന് എല്ലാ ആഴ്ചയിലും പോകും, എല്ലാ ശനിയാഴ്ചയും പോകും. അപ്പൊ ഞാൻ രോഗിയാണ്, ആ രോഗികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്. ആ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. എനിക്ക് ചുമയാണ്, ഏത് നിമിഷവും ചുമച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പള്ളിക്കുന്നേലച്ഛൻ്റെ അടുത്ത് പോയി എങ്കിലും ചുമയ്ക്കൊന്നും ഒരു കുറവും വന്നില്ല. ഓരോ നാൾക്ക് നാൾ എൻ്റെ അസ്വസ്ഥതകളും അസുഖങ്ങളും കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ 2 വർഷം തുടർമാനം ഞാൻ അവിടെ പോയി. യാതൊരു പ്രയോജനവും കാണാതെ വന്നതുകൊണ്ട് ഞാൻ അതിൽ വിഷമിച്ചു. ആ സമയത്താണ് പാലായിൽ നിന്ന് ഒരു പെന്തക്കോസിലെ ഉപദേശിയും ഒരു 3-4 സിസ്റ്റേഴ്സും കൂടെ ഞാൻ പാർത്തിരുന്ന അഥവാ ഈ ജോലി ചെയ്തിരുന്ന വീട്ടിൽ വന്നു. ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ റബ്ബർ വെട്ടും, അത് അവരുടെ കന്നുകാലികളെ നോക്കും. പക്ഷേ എനിക്ക് ഈ ചുമയും അസ്വസ്ഥതയും നിമിത്തം
ഒന്നും ചെയ്യാൻ കഴിവില്ലെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമല്ലോ എന്നോർത്ത് ജോലി ചെയ്യും. രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ പേരപ്പൻ എന്നെ ഈ കരിസ്മാറ്റിക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു പ്രയോജനമില്ല. 2 വർഷം പോയിട്ടും അവിടെ ചില ധാർമ്മികമായ ചെയ്യാത്ത കൊണ്ട് എനിക്ക് അതിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. കത്തോലിക്ക സമുദായത്തോടും അതോടൊപ്പം തന്നെ കരിസ്മാറ്റിക്കിനോടുമുള്ള ബഹുമാനം നഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനത് നിർത്തിയിട്ട് വാസ്തവത്തിൽ എങ്ങും പോകാതെയായി. എന്നാൽ വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉപദേശിയും ഈ സിസ്റ്റേഴ്സും കൂടെ വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞു. ഞാൻ ആദ്യം അവരെ ഓടിച്ചു. പെന്തിക്കോസ് ഇത് അന്തിക്രിസ്തുക്കളാണ്, അതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്നാണ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഒരു 3-4 വർഷം കപ്പിയാരായിട്ട് അഥവാ കുർബാനയ്ക്ക് കൂടുന്ന ആളായിട്ട് അൾത്താരയിലൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കത്തോലിക്ക ഉപദേശത്തിൽ അങ്ങോട്ട് അടിയുറച്ചു. എങ്കിലും പിന്നീട് ഈ ഏതാണ്ട് 30 വയസ്സൊക്കെ പ്രായമായപ്പോഴേക്ക് രോഗവും വന്നു പിടിച്ചു. അങ്ങനെ ഇരിക്കെ ആത്മഹത്യ ചെയ്തേക്കാമെന്ന് തീരുമാനിച്ച് 3 പ്രാവശ്യം ആത്മഹത്യക്ക് ഞാൻ ഒരുങ്ങി. പക്ഷേ 3 പ്രാവശ്യവും പരാജയപ്പെട്ടു പോയി. എന്നാൽ ഈ പ്രിയപ്പെട്ട ഈ പാസ്റ്റർ സഹോദരിമാരും വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ദേഷ്യം വന്നു, അവരെ ഓടിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നിട്ട് ആ ദേവദാസൻ എന്നോട് കൈ ചൂണ്ടി പറഞ്ഞു, നീ 3 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയവനാണ്, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, നീ ഇവനോടെ ഇരിക്കുന്നു, രക്ഷിക്കും, കർത്താവ് നിനക്ക് സൗഖ്യം തരും എന്ന് ഒരു വാക്ക് പറയാനിടയായി. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇതിന് ഉപദേശി വിളിച്ചു പറഞ്ഞു എങ്കിൽ എങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായി? ഇദ്ദേഹത്തിൽ ഏതോ ഒരു ദൈവികമായ കാര്യം ഉണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അച്ഛന്മാരിലുള്ളതിനേക്കാൾ കന്യാസ്ത്രീകളിലുള്ളതിനേക്കാൾ ഒരു ദൈവികമായ എന്തോ ഇദ്ദേഹത്തിൽ ഉണ്ടല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നതുകൊണ്ട് ഞാൻ അന്ന് പ്രതികരിച്ചില്ല. ഞാൻ അന്ന് പ്രതികരിക്കാതെ മൗനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന്, നിന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു പ്രാവശ്യം അവരുടെ ചർച്ചിൽ, പാലായിലുള്ള ചർച്ചിൽ പോയി. ദി പെന്തക്കോസ്റ്റ് മിഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ചർച്ചായിരുന്നു അത്. അവിടെ ചെന്ന് ഇവരുടെ തമ്പേരടിയും കൈകൊട്ടും എല്ലാം കേട്ടപ്പോഴേക്ക് എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം തോന്നി, അസ്വസ്ഥത തോന്നി. ഞാൻ ഇറങ്ങിപ്പോന്നു. കാരണം എന്താന്ന് വെച്ചാൽ കത്തോലിക്ക പള്ളിയിൽ പോയാൽ അൾത്താരയുണ്ട്, സ്വർണോസ് ഉണ്ട്, തിരികളുണ്ട്, ഇതെല്ലാം കാണാനുണ്ട്. ഇവിടെ ഒന്നും കാണാനില്ല. ഈ തമ്പേർ കൊട്ടും പ്രാർത്ഥനയും പാട്ടും മാത്രമുള്ളല്ലോ എന്നോ ഉള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നാൽ ഉള്ള സത്യം പറയട്ടെ, ദൈവം എന്നെ മുൻ കണ്ടത് കൊണ്ടായിരിക്കാം, ആയിരിക്കാമെന്നല്ല, അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പാർക്കുന്ന ആ വീടിന്റെ, പേരപ്പന്റെ വീടിന്റെ മുകൾവശത്ത് വന്ന് ഒരു സഹോദരൻ താമസിക്കുകയുണ്ടായി, രാജു എന്ന് പേരുള്ള. ആ രാജു പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾ പോകുന്നുണ്ട്, അതുകൊണ്ട് തോമാച്ചന് ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വന്നു നോക്ക്, ചിലപ്പോൾ ഒരുപക്ഷെ അത് അനുഗ്രഹമായിരിക്കും എന്നൊരു അഭിപ്രായം ഈ രാജു പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പോകാം എന്ന് തീരുമാനിച്ചു. ആദ്യം വെറുത്താണ് പോകുന്നതെങ്കിലും. എന്നാൽ ഞാൻ അവിടെ സഭാകളിൽ ചെന്നിട്ട് എല്ലാവരും മുൻവശത്ത് പോയിരിക്കുന്നു, സ്തോത്രം പറയുന്നു. ഞാൻ സ്തോത്രം ഒന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. ഞങ്ങൾ കത്തോലിക്ക സഭയില് ഹല്ലേലൂയ സ്തോത്രം പറയാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സഭാകളിന്റെ ഏറ്റവും പുറകിൽ പോയി ആ ഭിത്തിയിൽ ചാരിയിരുന്നു. അപ്പോൾ ഏതാണ്ട് എൻ്റെ 30 വയസ്സ് കഴിഞ്ഞ് 31ാമത്തെ വയസ്സിലാണ് ഈ സംഭവം. അങ്ങനെ പോയി ഇരുന്ന് പാസ്റ്റർ അവിടെ പ്രസംഗിച്ചു. ഇവര് പാട്ടുപാടി ആരാധിച്ചു. ആരാധന ഇങ്ങനെ പാട്ടുപാടി നല്ല ശബ്ദത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്ത് ആരോ വന്നൊന്ന് തട്ടിയതുപോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. ആ തോന്നൽ വരിക മാത്രമല്ല, ഞാൻ അറിയാതെ തന്നെ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി.
കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചങ്ങ് കരച്ചിലാണ്. ആൾക്കാരെല്ലാം തിരിഞ്ഞു നോക്കുന്നു. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. അങ്ങനെ വല്ലാത്ത പ്രയാസം. ഞാനൊരു മഹാപാപിയാണ്, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു വലിയ ഒച്ചത്തിൽ. പാസ്റ്റർ ഇറങ്ങി വന്ന് പറഞ്ഞു, ഇന്ന് നീ രക്ഷിക്കപ്പെട്ടു, ഇന്ന് നീ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആരും പറഞ്ഞു തരാതെ സ്വയം ദൈവാത്മാവിന്റെ പ്രേരണയാൽ പാപം ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഒരു അവസരമാണ് എനിക്ക് അന്ന് ലഭിച്ചത്. അന്ന് ആ പാസ്റ്റർ ശുശ്രൂഷിച്ച വചനം വളരെ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അത് ഇങ്ങനെയായിരുന്നു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനമായുള്ളവരെ, അവളെ വിട്ടു പോരുവിൻ, അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതെ അവളെ വിട്ടു പോരുവിൻ, അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു എന്നുള്ള ആ വചനമെടുത്ത് ഉള്ള പ്രസംഗമായിരുന്നു അന്ന് പാസ്റ്റർ നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ആ വചനം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവള് എന്ന് അവിടെ ഉദ്ദേശിച്ചത് പാസ്റ്റർ അവിടെ വിവേചിച്ച് പറഞ്ഞു തരുവാൻ ഇടയായി തീർന്നു. റോമൻ കത്തോലിക്ക സഭ അഥവാ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന ഒരു സഭ. റോമൻ കത്തോലിക്ക സഭ എന്ന് അങ്ങനെ എടുത്ത് അന്ന് പറഞ്ഞു എങ്കിലും അങ്ങനെയല്ല, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭയാണ് അവൾ എന്ന് അന്ന് പ്രസ്താവിച്ചുകൊണ്ട് ആ പ്രസംഗം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഈ കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് ഇനിമേൽ ഒരിക്കലും ഞാൻ കത്തോലിക്ക സമുദായത്തിന്റെ കുർബാനയ്ക്കോ മറ്റൊന്നിനും പോകുകയില്ല. ഇനി ഇങ്ങനെ വേർപെട്ട ഒരു ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേ വരൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ അന്ന് തീരുമാനമെടുത്തു പോന്നു. എങ്കിലും സ്നാനമൊന്നും കഴിഞ്ഞില്ല. അന്ന് എനിക്ക് വളരെ താല്പര്യവും സന്തോഷവും തോന്നി. എന്നാലും ഈ ചുമയും നെഞ്ചിന്റെ വേദന അതോടൊപ്പം തന്നെ അസ്വസ്ഥതകളൊന്നും എന്നെ വിട്ടുമാറിയിരുന്നില്ല. ദിവാകരൻ ഡോക്ടറെ ചികിത്സയിലുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാലയളവ് ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 വർഷത്തെ ആയുസ് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും രക്ഷിക്കപ്പെട്ടല്ലോ, ഇനി സ്നാനപ്പെടുകയും കൂടെ ചെയ്താൽ മരിച്ചാലും വേണ്ടൂല, ഈ വർഷം മരിച്ചാലും സ്വർഗത്തിൽ പോകാമല്ലോ എന്ന് ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ വന്നു. എന്നാൽ സ്നാനത്തിന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു, അല്പം കൂടി കഴിയട്ടെ, സ്നാനപ്പെടാറായിട്ടില്ല, കുറച്ചുകൂടി വചനം നിന്റെ ഹൃദയത്തിൽ വരട്ടെ, വചനം നിന്റെ ഹൃദയത്തിൽ വന്നിട്ട് നീ കൂടുതലായിട്ട് ഒരു അനുഗ്രഹത്തിലേക്ക് വന്നതിന് ശേഷം സ്നാനപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്നാനം താമസിപ്പിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന ആ തിരുവചനം, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു എന്ന ആ പദപ്രയോഗം തീർച്ചയായിട്ടും ഞാൻ വിശ്വസിച്ചു. ദൈവം എനിക്കൊരു അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ തീർച്ചയായിട്ടും എന്ത് വന്നാലും സ്വർഗരാജ്യം ഉണ്ട് എങ്കിൽ ആ സ്വർഗത്തിൽ എനിക്ക് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ഓരോ ആഴ്ചകളിലും പോയി തുടങ്ങി ആരാധനയ്ക്ക്. ഓരോ ആഴ്ചയും കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഓരോ ആഴ്ചയിലും സന്തോഷം വർദ്ധിച്ചു വന്നു. പടിപടിയായിട്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദിവാകരൻ ഡോക്ടർ പറഞ്ഞ കാലയളവൊക്കെ പരാജയപ്പെട്ടു. എൻ്റെ ചുമ മാറി തുടങ്ങി. ഇതിനിടയിൽ സഭയിലുള്ള പാസ്റ്ററും അവിടെയുള്ള സഹോദരങ്ങളും കൂടെ ചേർന്ന് എനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ചു. അപ്പോൾ ഈ ഞാൻ കത്തോലിക്കയിലായിരിക്കുമ്പോൾ ഉപവാസം 3 ദിവസം ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഒരു നേരം നോക്കും. അത് ഒരു നേരം നോക്കിക്കൊണ്ട് ചെന്ന് ജോലിയൊക്കെ ചെയ്യും. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. കാലത്തെ ഒന്ന് പള്ളിയിൽ പോകും, പിന്നെ വന്ന് ഭക്ഷണം ഒരു നേരം കഴിക്കാതെ ഇരുന്ന് ജോലി ചെയ്യും. ഇതായിരുന്നു ഞങ്ങളുടെ ഉപവാസം. പക്ഷേ ഈ മാർഗത്തിൽ വന്നപ്പോൾ
ദൈവദാസന്മാരും ദൈവദാസിമാരും ചേർന്ന് എന്നോട് പറഞ്ഞു, തോമാച്ചൻ 3 ദിവസം ഉപവസിക്കാൻ കഴിവ് ഇല്ല എങ്കിൽ വേണ്ട, ഞങ്ങൾ ഉപവസിക്കും, ഒരു ദിവസമെങ്കിലും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ചു. ആ ദേവദാസീദാസന്മാരുടെ ഉപവാസം 3 ദിവസത്തെ കഴിഞ്ഞപ്പോൾ എന്റെ ചുമ മാറി എന്നുള്ളതാണ്. ആ ചുമ അങ്ങ് മാറി, ഏതാണ്ട് എനിക്ക് ശരീരത്തിന് ആരോഗ്യമായി. അങ്ങനെ ഇരിക്കെ ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്ക് സ്ഥലവും വസ്തുവകളൊന്നുമില്ല. എൻ്റെ അപ്പൻ മരിച്ചു പോയത് ഞാൻ 6 മാസം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അപ്പൻ്റെ ശവാടക്കിലോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും കൂടാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മയെ, എൻ്റെ 2ാമത്തെ പെങ്ങൾ ഇവിടെ നീലൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, കടനാട് പഞ്ചായത്തിലെ നീലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്ന പെങ്ങള് അമ്മയെ ഇങ്ങനെ പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വിവരം അറിഞ്ഞ് ഞാന് ഈ കുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നീലൂര് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്നു. പെങ്ങളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ രീതികളൊക്കെ കണ്ടു. കൊന്ത ചെല്ലാൻ ഇരിക്കുന്നില്ല, അവരുടെ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു, ഇവൻ എന്നാ പറ്റി, ഇവൻ കരിസ്മാറ്റിക്കിന് പോയി ഇനി എങ്ങനെയോ തിരിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്തോത്രം പറയുന്നു. ഉടനെ എൻ്റെ പെങ്ങള് അമ്മയോട് പറഞ്ഞു, അമ്മേ, അവൻ പെന്തക്കോസി പോയെന്നാ തോന്നുന്നേ, അങ്ങനെയാണെങ്കിൽ അവൻ നശിച്ചത് തന്നെ എന്നാണ് എൻ്റെ പെങ്ങൾ അന്ന് ഒച്ചത്തിൽ പറയാനിടയായി തീർന്നത്. എന്തായാലും 1988 ജൂലൈ മാസം 16-ാം തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജൂലൈ മുതൽ ഇങ്ങോട്ട് സ്നാനപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഏതാണ്ട് 6 മാസം മുന്നോട്ട് പോയി. എങ്കിലും എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള അതിയായ വാഞ്ച എൻ്റെ ഹൃദയത്തിൽ വന്നു. കാരണം ഇതിനിടയിൽ മരിച്ചു പോയാൽ ഞാൻ നരകത്തിൽ പോവുകയല്ലേ. എനിക്കേതായാലും ഇനി നരകത്തിൽ പോകാൻ ഇഷ്ടമില്ല, എങ്ങനെയായാലും സ്വർഗത്തിൽ പോകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാന് സഭയിൽ പറഞ്ഞു. 1989 ജനുവരി മാസം 14-ാം തീയതി കോട്ടയത്തുള്ള സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ ഞാൻ സ്നാനപ്പെടുവാനിടയായി. അന്ന് അവിടെ പലരെ സ്നാനപ്പെടുത്തി. ഞാന് സ്നാനത്തിനുള്ള തയ്യാറെടുപ്പിൽ ഒരു നല്ല വെള്ള ഷർട്ടും വെള്ള മുണ്ടും എല്ലാം ഉടുത്ത് സഭയിൽ നിന്ന് എനിക്കൊരു ബൈബിൾ തന്നു. അപ്പം ആ സഹോദരിമാരെന്നോട് പറഞ്ഞത്, തോമാച്ച ബൈബിള് ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകണം സ്നാനം കഴിഞ്ഞ് പോകുമ്പോൾ, ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കത്തോലിക്കയിൽ നിന്ന് വന്നതല്ലേ, വലിയ പ്രശ്നം ഉണ്ടാകും, ഇങ്ങനെ ഇത് പെന്തക്കോസുകാരുടെ ബൈബിളാന്ന് അവര് പറഞ്ഞ് ധരിപ്പിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തുറന്നു കൊണ്ടുപോകരുത്, പൊതിഞ്ഞു കൊണ്ടുപോകണമെന്ന് സഹോദരിമാരെന്നെ ഉപദേശിച്ചു. എങ്കിലും ഞാൻ ഒരു വെള്ള ഡ്രസ്സൊക്കെ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് ആണ് റെഡിയാക്കി അവിടെ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു ക്ലാസ് എടുത്തു ആ പാസ്റ്റർ. ആ ക്ലാസ് എടുത്തപ്പോൾ നല്ല വചനങ്ങള്, എന്തിന് സ്നാനപ്പെടണം, ആ സ്നാനപ്പെട്ടാലുള്ള പ്രത്യേകത എന്ത്, പെന്തക്കോസ്തിൽ ചേരാനാണോ, ഏതെങ്കിലും സംഘടനയിൽ ചേരാനാണോ, അതോ ക്രിസ്തുവിനോട് ചേരാനോ, ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് എടുത്തത് കൊണ്ട് അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ പതിയാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്നുള്ള ആ തിരുവചനം അന്ന് എൻ്റെ ഹൃദയത്തിൽ വളരെ കൃത്യമായി കൊണ്ട് ഈ ക്ലാസ് എനിക്ക് അനുഗ്രഹമായി തീർന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ സ്നാനം യേശുവിനോട് ചേരാനാണ്. അങ്ങനെ യേശുവിനോട് ചേരുന്നുവെങ്കിൽ ആ യേശുവിനോട് കൂടി ഉയർത്തെഴുന്നേക്കാം. യേശുവിനോട് കൂടി ഉയർത്തെഴുന്നേക്കുന്നവൻ യേശുവിന്റെ രാജ്യത്തിൽ തീർച്ചയായിട്ടും നിത്യമായ സന്തോഷത്തോടെ വാഴും എന്നുള്ള ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ വന്നു. എങ്കിലും പാസ്റ്റർ എന്നോട് ചോദിച്ചു, നിന്നെ ഒന്ന് മാമോശ മുക്കിയതല്ലേ, പിന്നെ നീ എന്തിനാ സ്നാനപ്പെടുന്നേ? ഞാൻ പറഞ്ഞു, അത് ഞാൻ അറിഞ്ഞില്ല, എന്നെ മാമോസ മുക്കിയത് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഞാനൊരു പാപിയായിരുന്നു. എൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ സ്നാനം വേണം, സ്നാനം സത്യമാണ്, സ്നാനം ഏറ്റു പറഞ്ഞ് യേശുവിനോട് ചേരാനാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നെ സ്നാനപ്പെടുത്തിയാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അന്ന് ഞാനൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, എന്നെ സ്നാനപ്പെടുത്തിയാൽ, യേശുവിന് വേണ്ടി അവസരം ലഭിച്ചാൽ, യേശുവിന് വേണ്ടി മാത്രം മരിക്കാൻ ഞാൻ തയ്യാറാകും എന്ന് ഒച്ചത്തിൽ പറയാനിടയായി.
എന്തായാലും എന്നെ ആ ദൈവദാസൻ സ്നാനപ്പെടുത്തി, സ്നാനം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ഡ്രസ്സൊക്കെ മാറി പാലായിൽ വന്നു. പാലായിൽ വന്ന് അവർക്കെല്ലാം വലിയ സന്തോഷമായി. അപ്പോഴും അവർ ഉപദേശിച്ചു, തോമാച്ച ഇങ്ങനെ ബന്ധക്കോസിൽ സ്നാനപ്പെട്ടെന്നൊന്നും പറഞ്ഞേക്കരുത്, പിന്നെ അപ്പം വലിയ പ്രശ്നമാകും, കത്തോലിക്കല്ലേ ഇവിടെ മുഴുവൻ, ഇവിടെ പോരെങ്കിൽ ഞങ്ങള് ബന്ധക്കോസുകാര് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അടിച്ചോടിക്കുന്ന ആളുകളാ കത്തോലിക്കര്. പാലായിൽ വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസുകാരുടെ ഒരു വാഹനം വന്ന് പരിശോധന നടത്താനായിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ ഒരുത്തരെയും വണ്ടിയെന്ന് പോലും ഇറക്കാതെ ഓടിച്ച ഒരു കാലഘട്ടം മറ്റുള്ളവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമാണ്, പ്രതികൂലമുണ്ടാകും. എങ്കിലും ഞാൻ എന്ത് ചെയ്തു, ദൈവം എനിക്ക് തന്ന സന്തോഷത്തിൽ ബൈബിളൊന്നും കടലാസിൽ പൊതിയാതെ ബൈബിളും കയ്യിൽ വെച്ചുകൊണ്ട് വെള്ള വസ്ത്രവും ധരിച്ച് ഞാൻ താമസിക്കുന്ന ഇടമായ കുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ബസ്സേന്ന് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ജനമെല്ലാം ഇങ്ങനെ അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം കൈ ചൂണ്ടി പറയാൻ തുടങ്ങി, ഈടാ ഇവനെന്ത് പറ്റി, ഇവനെന്ത് പറ്റി, ഇവനെന്ത് പറ്റി, ഇവൻ ഇത്രയും നാളും ഇങ്ങനെ തരികടയായി നടന്നു, കള്ളും കുടിച്ചു നടന്നു, അവസാനം പല ബിസിനസ് ചെയ്തു, ഇനിയിപ്പം വല്ല ലാഭക്കച്ചവടത്തിനും പോയോ? അവര് വിളിച്ചു ചോദിക്കുക എന്നോട്, എടാ 5000 രൂപ കിട്ടിയോ ഇന്ന് നിനക്ക്? അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, പെന്തക്കോസിൽ ചേർന്ന അന്നേരം 5000 രൂപ കിട്ടുമെന്ന്. അങ്ങനെ കളിയാക്കി പലരും പറഞ്ഞു, ഇവനോട് കൂടെ ഇപ്പൊ പോകി നമുക്കെല്ലാം ഇപ്പൊ സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അപമാനിക്കാൻ തുടങ്ങി. പക്ഷേ ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് എന്നെ അപമാനിച്ചിട്ടുള്ള ആരാണേലും ഒരു തല്ല് കൊണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ സഹായിച്ചു. ആരുടെ നേരെ ഒന്നും പറയാൻ അനുവദിച്ചില്ല, കയ്യോങ്ങാൻ അനുവദിച്ചില്ല. അങ്ങനെ വളരെ വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ജോലി ചെയ്യുന്ന ഈ പേരപ്പന്റെ പുതികുന്നേൽ പേരപ്പന്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അവിടെ പ്രതികൂലം തുടങ്ങി. ആ പേരപ്പൻ പിന്നീട് എന്നോട് മിണ്ടാതെയായി. ഭക്ഷണം ആ പേരമ്മയാണ്, പേരമ്മ ഭക്ഷണം എടുത്തു തരും. എന്നാലും നീ തിരുസഭ വിട്ടുപോയത് വാസ്തവത്തിൽ ഈശോയോട് ചെയ്ത, മാതാവിനോട് ചെയ്ത വഞ്ചനയായി പോയി, നിന്നെ ദൈവം വിടുകയില്ലെന്നായി അവര്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാ മരണത്തിന് ഒരുങ്ങിയിരുന്ന എന്നെ പിന്നെ ദൈവം രക്ഷിച്ചത് എന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. അവർക്ക് ഇഷ്ടമല്ലെന്നായി. അവരെന്നെ അവിടുന്ന് പറഞ്ഞു, ഇവിടുന്ന് എങ്ങനെയാലും ഒന്ന് മാറിക്കോ, നിനക്ക് മറ്റെന്തെങ്കിലും ഈ പെന്തക്കോസിൽ നിന്നുകൊണ്ട് ഇവിടെ പറ്റുകയില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഇരിക്കാൻ പറ്റുകയില്ലെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ടുവെങ്കിലും എനിക്ക് സന്തോഷത്തിന് കുറവൊന്നും വന്നില്ല. ഞാൻ പാലായിലെ ഫെയ്ത്ത് ഹോമിൽ പോയി ഏതാണ്ട് ഒരാഴ്ച കാലം താമസിച്ചുകൊണ്ട് ജോലി ചെയ്തു. അവരെന്നെ സ്വീകരിച്ചു. എങ്കിലും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഫെയ്ത്ത് ഹോമിലെ ഉള്ള ജീവിതം എന്ന് പറയുന്നത് വലിയ പ്രയാസമാണല്ലോ എന്ന് കരുതി ഞാൻ ജോലി തേടി ഇങ്ങനെ നടന്നു. ജോലി തേടി നടന്ന് തൊടുപുഴയ്ക്ക് കിഴക്കുവശമുള്ള ചീനിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ജോലി ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ ആ നാളുകളൊക്കെ സ്നാനം കഴിഞ്ഞ ഉടനെ അല്ല, ചില മാസങ്ങൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ ചീനിക്കുഴിയിൽ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ യഹോവ സാക്ഷിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നെ നിരന്തരമായി വന്ന് അവരുടെ ഉപദേശം പറയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, പെന്തക്കോസ് ചേർന്ന് അബദ്ധമായി പോയി, ഞാൻ ഈ യഹോവ സാക്ഷിയിലാണ്, അതുകൊണ്ട് സഹോദരൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചു. അപ്പോഴോ എന്നാൽ ഏതായാലും എൻ്റെ മനസ്സിൽ, ഞാനന്ന് അഭിഷേകം പ്രാപിച്ചിട്ടില്ല, പിന്നെ ഇതിൽ ചേർന്ന് അബദ്ധമായോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ അവരുടെ രാജ്യ ഹോളിൽ പോയി. അഥവാ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്കൊരു രാജ്യ ഹോളുണ്ട്. അവിടെ പോയി 2 മാസം അഥവാ 8 ആഴ്ചക്കാലം അവരുടെ രാജ്യ ഹോളിൽ ചെന്നപ്പോഴേക്കും അവരുടെ തനി നിറം ഞാൻ മനസ്സിലാക്കി. അവര് ദുരുപദേശമാണ് പറയുന്നതെന്നും ധാർമ്മികമായ അധപ്പതനം ഇവരുടെ ഇടയിൽ വളരെയാണെന്നും അതൊരു പാപമല്ല എന്ന് ഇവര് പഠിപ്പിക്കുന്നു എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുക, അത് തന്നെയല്ല, അത്യാവശ്യം ഒരു ഗ്ലാസോ ഒരു കുപ്പിയോ പനങ്കള്ള് കുടിച്ചാൽ കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഈ എന്നെ കൊണ്ടുപോയ ചെറുപ്പക്കാരൻ ഈ അവരുടെ സഭാ ഹോളിലെ ചടങ്ങുകൾ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്, ഞങ്ങൾ കുറച്ചു ദൂരം നടന്നു വരുമ്പോൾ ക്ഷീണം മാറാനാണെന്നും പറഞ്ഞ് എനിക്കും കള്ളു മേടിച്ചു തന്നു, ഇദ്ദേഹവും കുടിക്കും. ഇങ്ങനെ ചില ആഴ്ചകൾ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ
പെന്തക്കോസിൽ വന്ന ആ സ്നാനത്തിന്റെ കാര്യം മറന്നു, ആരാധന മറന്നു, ഇതെല്ലാം മറന്നേച്ച് അങ്ങോട്ടൊരു ചായ്വായി. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു സ്നേഹിതനായ ജോസഫ്, പതിക്കാട്ട് ജോസഫ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രിയില് ആരോ വന്ന് എനിക്ക് ഇടിച്ചതുപോലെ തോന്നി. ഇയാൾ തന്ന കട്ടില്, ഒരു റൂമിൽ ഒരു കട്ടിലാണ് ഞാൻ കിടക്കുന്നത്. എന്തായാലും ഭയങ്കരമായിട്ട് എന്നെ വന്ന് ഇടിച്ചതുപോലെ തോന്നി. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കട്ടിലിന് താഴെയാ കിടക്കുന്നത്. ഭയന്നു പോയി. അങ്ങനെ ഇരിക്കെ ഞാൻ പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഇവനോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഞാൻ പണി ചെയ്ത വകയിൽ പൈസ വല്ലതും തരാനുണ്ടെങ്കിൽ കുറച്ച് തരിക, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പോന്ന് ഇവിടെ പാലായിൽ വന്ന് സഭാ ഹാളിൽ വന്ന് അന്നിരുന്ന ഒരു ജോളി ഉപദേശിയാണ്. അദ്ദേഹത്തോടും അവിടെ ഉണ്ടായിരുന്ന മദർ സിസ്റ്റേഴ്സ് അവരോടെല്ലാം ഞാൻ ക്ഷമാപണം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ പറ്റിയതാണ്, അതുകൊണ്ട് എന്നെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഏതാണ്ട് ഒരാഴ്ച കാലം അവരെന്നെ വീണ്ടും സംരക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ വീട്ടിൽ കടന്നു ചെന്നു. എൻ്റെ പെങ്ങളുടെ വീട്ടിൽ അമ്മ അവിടെ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞു. അമ്മ അമ്മയുടെ നെഞ്ചത്ത് തന്നെ കൈകൊണ്ട് ഒരു അടി അടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വ്യാകുല മാതാവേ, എൻ്റെ കൊച്ചു നശിച്ചു പോയല്ലോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചത് വെറുതെ ആയോ എന്നും പറഞ്ഞ് അമ്മ നിലവിളിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നശിച്ചു പോവുകയല്ലേ ഇത്, രക്ഷിക്കപ്പെടുകയത്. ഇനി എനിക്ക് യാതൊരു പ്രതിസന്ധിയില്ല, കർത്താവ് നമ്മളെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചില മാസങ്ങള് പല സ്ഥലങ്ങളിലായിട്ട് കൂലിപ്പണിയെല്ലാം ചെയ്ത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പ്രതികൂലങ്ങൾ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വേണം, വീട്ടിൽ ആരുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കല്യാണം ആലോചിക്കാം. കല്യാണം നടന്ന് ഏതായാലും ഒരു പെന്തക്കോസ് സഹോദരിയെ കല്യാണം കഴിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിരിക്കും, കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടാകുമല്ലോ എന്ന് ഒരു ഉപദേശം ഒരു സഹോദരൻ എന്നോട് പറയുണ്ടായി. അപ്പൊ കല്യാണം ആലോചിച്ചാൽ എനിക്കാരാ പെണ്ണ് തരുന്നേ? ആരും പെണ്ണ് തരികയില്ല. ഒന്നാമത് ഞാൻ ഒന്നുമില്ലാത്തയാള്, രണ്ടാമത് പ്രായമായി, ഏതാണ്ട് 35 വയസ്സ് ആകുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് ആരും പെണ്ണ് തരികയില്ലല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ വിഷമിച്ച് നടന്നു. അങ്ങനെ ഇരിക്കെ എന്നെ ആദ്യം ട്രീറ്റ് ചെയ്ത ഡോക്ടറെ അടുത്ത് ഞാനൊന്ന് പോയി. ഡോക്ടർ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നോട് പറഞ്ഞിരുന്നു, നീ കല്യാണം കഴിക്കാനോ ഒന്നും പോകരുത്, നിനക്കൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല, നിന്റെ ഒരു സെല്ലുകളും ജീവനുള്ളതല്ല, കാരണം കേവലം നിനക്ക് ഒരു ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞുങ്ങളുണ്ടാകുക ഒന്നും നിനക്ക്, അതുകൊണ്ട് നീ പെൺകുട്ടികളെ ചതിച്ചേക്കരുത്, അതുകൊണ്ട് നീ കല്യാണം കഴിക്കാനൊന്നും പോകരുതെന്ന് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഡോക്ടർ പറഞ്ഞിരുന്നു. അഥവാ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ്. അങ്ങനെയാണല്ലോ ഞാൻ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായി അതിനുവേണ്ടി പരിശ്രമിച്ചത്. എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടു. എങ്കിലും ഈ ഡോക്ടർ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാനായിട്ട് ഇനി എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് ഒരു സഹോദരൻ ഉപദേശിച്ചുവെങ്കിലും കല്യാണം കഴിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള അതിനു വേണ്ടി ഞാൻ അതേ ഡോക്ടറുടെ അടുക്കൽ ചെന്ന് ഒരു ചെക്കപ്പ് ചെയ്തു, ഒരു പരിശോധന നടത്തി. ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു രോഗവും കാണുന്നില്ലല്ലോ, നീ വലിയ ആയുർവേദവും കഴിച്ചോ, ശരീരത്തിൽ ഒരു രോഗം ഉള്ളതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് നീ കുറച്ച് വിറ്റാമിൻ ഗുളിക തരാമെന്ന് പറഞ്ഞ് ഈ ഡോക്ടർ എനിക്ക് കുറച്ച് വിറ്റാമിൻ ഗുളിക തന്നു വിട്ടു. ഒരു സത്യം എനിക്ക് മനസ്സിലായി, യഹോവയായ കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്ത അരുളപ്പാട് എൻ്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീർന്നു. കാരണം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു.
അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന വചനം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറി. എൻ്റെ ജീവനുള്ളതായി മാറി, ചൈതന്യമുള്ളതായി മാറി. ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇടയായി തീർന്നു. സകല സന്ധിമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ തന്നെ ഒരു പുതുജീവൻ പകരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഈ സത്യത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥത്തോടെ പറയട്ടെ, ഈ ദൈവത്തിന്റെ വചനം അറിഞ്ഞവൻ, ഈ ദൈവത്തിൽ ആശ്രയിച്ചവൻ ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. ആ ദൈവം, അതുകൊണ്ടല്ലേ സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, 48-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം പറയുന്നു, ഈ ദൈവം എന്നും എന്നും നമ്മുടെ ദൈവമാകുന്നു, അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ 33-ാമത്തെ വയസ്സിൽ എൻ്റെ മരണം പ്രഖ്യാപിച്ച ഡോക്ടർ ദിവാകരൻ മരിച്ചിട്ട് ഇന്ന് 21 വർഷമായി. എൻ്റെ മരണം, അഥവാ നല്ലപോലെ മരുന്നും ഭക്ഷണവും കഴിച്ചാൽ നിനക്ക് 2 വർഷം കൂടെ ആയുസുണ്ട്, അതിനുശേഷം നീ മരണപ്പെട്ടു പോകുമെന്ന് മരണം പ്രഖ്യാപിച്ച ദിവാകരൻ ഡോക്ടർ മരിച്ചിട്ട് ഇന്ന് 21 വർഷമായി. എന്നാൽ 70-ാമത്തെ വയസ്സിൽ, അഥവാ 54-ൽ ജനിച്ച ഞാൻ അനവധി പ്രതികൂലങ്ങളുടെ പോയെങ്കിലും യേശുവിനെ കണ്ടുമുട്ടിയതും യേശുവിനെ അറിഞ്ഞതും യേശുവിനെ സ്വീകരിച്ചതും എനിക്ക് രക്ഷ മാത്രമല്ല ഔഷധവും കൂടെയായി മാറി. ആ യേശുവിന്റെ ശക്തി എന്നിൽ വ്യാപരിച്ചു. ഇതിനിടയിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ രോഗസൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നത്. അഥവാ ഞാൻ സ്നാനപ്പെട്ടു, എനിക്ക് പെട്ടെന്ന്, അഥവാ 89 ജനുവരി മാസം 14-ാം തീയതി ഞാൻ സ്നാനം കഴിഞ്ഞു എങ്കിലും എനിക്ക് അഭിഷേകം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ യഹോവസാക്ഷികളുടെ ഇടയിലും അവിടെ ഇവിടെയെല്ലാം പോകാൻ ഇടയായി തീർന്നത്, കള്ളു കുടിക്കാനും ഒക്കെ ഇടയായി തീർന്നത്. എന്നാൽ ഞാൻ ഈ അഭിഷേകം ഒന്ന് ഉണ്ട് എങ്കിൽ എനിക്കത് ലഭിക്കണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭയിൽ പോയിരുന്നു, ഞാനിങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, എല്ലാവരും മുട്ടുകുത്തിയിരുന്ന് പാട്ട് പാടി തീരാറാമത്തേക്കും എല്ലാവരും അഭിഷേകത്താൽ നിറഞ്ഞ അന്യഭാഷ പറയും. ഞാൻ മാത്രം ഒന്നുമില്ലാത്തവനെ പോലെ അനങ്ങാതെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ആകെ വലിയ പ്രയാസമായി. അങ്ങനെ ഇരിക്കെ ഞാൻ ദൈവത്തോട് അന്ന് പറഞ്ഞു, കർത്താവേ, ഈ അഭിഷേകം ഉള്ളതാണെങ്കിൽ എനിക്കത് തരണം. എനിക്ക് ഈ അഭിഷേകമില്ലാതെ ഇതിനകത്ത് നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം, അതിന് എൻ്റെ ഭാഗത്തുള്ള എല്ലാ കുറവശങ്ങളും അവിടുന്ന് ബോധ്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ അഭിഷേകം, അന്യഭാഷ പറയുന്നവരെയൊക്കെ ഞാൻ കളിയാക്കും. ഞാൻ പെന്തക്കോസ്തി വന്നെങ്കിലും എൻ്റെ മുമ്പിൽ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരുന്ന് തുള്ളുന്നവരെ ഞാൻ പുറകിലിരുന്നേച്ച് ഷർട്ടെ പിടിച്ച് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. നീ എന്തുവാ ഈ പറയുന്നത്? പക്ഷേ ഇത് അഭിഷേകം ഞാൻ പിന്നീട് എനിക്ക് നാണക്കേടായി. എന്താണ്, ഈ അഭിഷേകമില്ലാതെ ഇതിനകത്ത് നിൽക്കാൻ ഒക്കത്തില്ല എന്നുള്ള ഒരു സത്യം എനിക്ക് ബോധ്യം വന്നു. ഞാൻ കരയാൻ തുടങ്ങി, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഏതാണ്ട് 89 ജനുവരിയിൽ ഞാൻ സ്നാനപ്പെട്ടു എങ്കിലും 89 ആഗസ്റ്റ് മാസത്തിൽ സഭയിൽ ഒരു ഉപവാസം നടക്കുകയാണ്. അതിനുള്ളിൽ എൻ്റെ ഓട്ടവും പായച്ചിലും കറക്കവും മറ്റുള്ളിടത്ത് ചേരലും എല്ലാം ഇങ്ങനെ അലഞ്ഞു നടന്ന 6-7 മാസം ഇങ്ങനെ എൻ്റെ കളഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് ഈ 89 ആഗസ്റ്റ് മാസത്തിൽ സഭയിൽ നടന്ന 3 ദിവസത്തെ ഉപവാസം നടക്കുകയാണ്. ഞാൻ അവിടെ സഭയിൽ പോയിരുന്നു. അന്ന് ആ സഭയില് ചുമതലയേറ്റത് പാസ്റ്റർ ചെറിയാങ്കുഞ്ഞ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. കുമളി TPM സഭയിലെ ഒരു പാസ്റ്ററായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. പലപ്പോഴും ചാനലിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് കേൾക്കാറുണ്ട്. അന്ന് ഇങ്ങനെ ചെറിയാങ്കുഞ്ഞ് പാസ്റ്റർ പാലായിൽ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഒരു ഉപവാസം അവിടെ നടന്നു. ആഗസ്റ്റ് 15 തീരുന്ന ഒരു ഉപവാസം. അങ്ങനെ ഞാൻ ആ ഉപവാസത്തിൽ പോയിരുന്നു. എൻ്റെ നിലവിളി മുഴുവൻ, കർത്താവേ, എനിക്ക് അഭിഷേകം തരണം.
അങ്ങനെ ഇരിക്കെ അതിന് ചില ദിവസങ്ങൾ, ഉപവാസത്തിന്റെ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ആരോ എന്നോട് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി. ഇങ്ങനെ നല്ലൊരു സദ്യ നടക്കുന്നു, നീയും ആ സദ്യക്ക് ചെന്നിരുന്നു, എല്ലാവരുടെ ഇലയിൽ നല്ല ഭക്ഷണം വിളമ്പി അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ ഇലയിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല, നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നോടൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വന്നു. ശരിയാണ്, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ആ സദ്യക്ക് ചെന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഇലയിൽ മാത്രം ഭക്ഷണമില്ല, ഞാൻ അതിൽ പരം ഒരു അപമാനിതനാകാൻ വേറൊരു വഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് അഭിഷേകത്തെ കുറിക്കുന്നതാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ആ ഉപവാസത്തിൽ പോയിരുന്നു. ഞാൻ കരഞ്ഞു, കർത്താവേ എനിക്ക് അഭിഷേകം തരണം. ഓർമ്മയിലുള്ള മുഴുവൻ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു. അതിനിടയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഏതെങ്കിലും കുറ്റങ്ങൾ ചെയ്തവരെ നേരിട്ട് കാണാൻ കഴിയാത്തവർക്ക് അകലെയെങ്കിൽ ഞാൻ കത്തുകൾ അയച്ചോളാം. കാരണം ഇതിനിടയിൽ അലഞ്ഞു നടന്ന കൂട്ടത്തിൽ കുടക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കുടകനെ അതിഹീനമായി ഉപദ്രവിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഞാന് കത്തയച്ച് ആ കാര്യത്തിനും ക്ഷമാപണം ചെയ്തു. മറ്റുള്ളവരോട് ചീത്ത വിളിച്ചത്, പൈസകൾ തട്ടിയെടുത്തത് എന്ന് വേണ്ട സകല കാര്യത്തിനും ദൈവത്തോട് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഉപവാസത്തിലിരുന്നു. അങ്ങനെ ഉപവാസത്തിലിരുന്നു 2 ദിവസം ഇരുന്നിട്ടും യാതൊരു മാറ്റവും ഇല്ല, ഒരു അഭിഷേകവും എനിക്ക് കിട്ടിയില്ല. എന്നാൽ 3-ാമത്തെ ദിവസം ഉച്ചവരെ ഇരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ പാലായിൽ അഥവാ TPM സഭയിലൊക്കെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റ് സംഘടനകളിൽ നടത്തുന്നത് പോലെയുള്ള ഉപവാസമല്ല. മറ്റു സംഘടനകളിൽ ഇപ്പൊ പല സഭകളിലും ഉപവാസം എന്ന് പറയുകയും ചെയ്യും. 11 മണിയാകുമ്പോൾ വരും, 1 മണിയാകുമ്പോൾ നിർത്തും, വീട്ടിൽ പോകും. എന്നാൽ ദി പെന്തക്കോസ്ത് മിഷന്റെ ആ സഭയില് ഉള്ള പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, രാവും പകലും ഒരുപോലെ പ്രാർത്ഥനയും പാട്ടുമാണ്. അതിനിടയിൽ ഒരു കാപ്പി കുടിക്കാനുള്ള ഒരു ലെഷർ ടൈം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഉച്ചവരെ, 3-ാമത്തെ ദിവസം ഉച്ചവരെ ഞാൻ അവിടെ ഇരുന്നു. ഒരു അനക്കും എനിക്കുണ്ടായില്ല. ഞാൻ കട്ടൻ കാപ്പിയെല്ലാം കുടിച്ചിട്ട് ആരുടെയും കൂടെ വർത്താനം പറയാൻ പോകാതെ വീണ്ടും സഭാഗോളിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണല്ലോ കർത്താവേ, അന്ന് നീ എന്നെ ചില മാസങ്ങൾക്ക് മുമ്പ് എന്നെ സ്പർശിച്ചു, ഞാൻ രക്ഷാ നിർണയം പ്രാപിച്ചു. പക്ഷേ ഇനി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഭിഷേകമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല കർത്താവേ. ഇന്നെങ്കിലും എനിക്ക് അഭിഷേകം തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് മരിക്കാൻ തയ്യാറാകുമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അത് സംഭവം ശരിയുമാണ്. ഇനി അന്ന് അഭിഷേകം കിട്ടിയില്ല എങ്കിൽ എത്ര ദിവസം ഇരിക്കാൻ പറ്റുമോ ജീവനോടെ? അത്രയും ദിവസം ജീവനോടെ ഇരിക്കും. മരിക്കേണ്ടി വന്നാൽ അവിടെ മരിക്കും. കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കും എന്നായിരുന്നല്ലോ ഞാൻ സ്നാനപ്പെടാൻ നേരത്തെ എൻ്റെ വാക്ക്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. വൈകുന്നേരത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ആരംഭിക്കും. 6 മണിക്ക് ആരംഭിച്ചാൽ അത് ഒരു 9:30-10 വരെയൊക്കെ ആ പ്രാർത്ഥന മുന്നോട്ട് പോകും. അതിനുശേഷം ഉറങ്ങുകയൊന്നുമല്ല, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കും. അഭിഷേകം പ്രാപിക്കാനുള്ളവരൊക്കെ പ്രാപിക്കും, പ്രാപിച്ചവരും പുതുക്കപ്പെടും. ഇങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു അന്ന് ആ സഭയില്. എന്തായാലും 6 മണിക്ക് ഉള്ള സെക്ഷനിൽ ഞാൻ മുട്ടുമടക്കി ദൈവസന്നിധിയിലിരുന്നു. കർത്താവേ, എനിക്ക് അഭിഷേകം തരണം. പെട്ടെന്ന് തന്നെ ശുശ്രൂഷ ലീഡ് ചെയ്യാനായിട്ട് പാസ്റ്റർ കയറി വന്ന് ആ പാസ്റ്റർ എന്റെ അടുക്കൽ വന്ന് കൈ ചൂണ്ടി പറഞ്ഞു, തോമാച്ച, ഇന്ന് നിന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നീ ഒരുങ്ങിക്കൊള്ളുക എന്നൊരൊറ്റ വാക്ക്. എന്തായാലും ഞാൻ ഹൃദയത്തിന്റെ ആ വലിയ ഭാരം ഒന്ന് മാറി ഞാൻ അവിടെ ഇരുന്നു. ഒരു പാട്ട് പാടി അങ്ങ് ആരാധന തുടങ്ങി. അവിടുത്തെ ആ ഉപവാസ പ്രാർത്ഥനയിലുള്ള പാട്ടും ആരാധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റു സംഘടനകളിൽ ചെയ്യുന്നത് പോലെ പാട്ടുപാടി 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഒരു അന്യഭാഷയും പറഞ്ഞ് ക്ലോസ് ചെയ്യല്ല. മണിക്കൂറുകള് ആരാധനയുമായിട്ട് പോകും. കൈയടിച്ച് ആർക്കും ഒരു മടുപ്പില്ല. ആരാധന അങ്ങ് തുടങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോ വന്ന് എന്നെ തട്ടിയതുപോലെ തോന്നി, പന്ത് തെറിക്കുന്നത് പോലെ ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് മേലോട്ട് ഉയർന്നു.
ജനമെല്ലാം പിറ്റേന്ന് എന്നോട് പറഞ്ഞത് ശീലാന്തിയെ ചെന്ന് പിടിക്കാൻ ഒരുങ്ങിയെന്ന. അത്ര പവറോട് കൂടി ഒരു അഭിഷേകം. ഇന്ന് അത്രത്തോളം അഭിഷേകമൊന്നും ഇന്നില്ല എന്നുള്ള ഒരു തോന്നല എനിക്ക്. അത്രത്തോളം അഭിഷേകമില്ല. അത്രത്തോളം അഭിഷേകം ഉണ്ടെങ്കിൽ അതിഭയങ്കരമായ അനുഭവങ്ങൾ നടക്കുമായിരുന്നു. ഞാൻ അതിനുവേണ്ടി വളരെ ബദ്ധശ്രദ്ധമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് ഈ നാളുകളിലും. ഇപ്പൊ ഏതാണ്ട് 70 വയസ്സുണ്ട്. എൻ്റെ 70 വയസ്സ് പൂർത്തിയാകുന്നത് ഒക്ടോബർ മാസം 8-ാം തീയതിയാണ്. 8-ാം തീയതി മുതൽ എനിക്ക് 71-ാമത്തെ വയസ്സ് തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഒരുവനെ സ്നേഹിച്ചാൽ, ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ആ നാളുകളിലുണ്ടായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കാലമായി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇനി വിവാഹം കഴിക്കാതെ മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു. അങ്ങനെ അന്ന് എന്നെ 2-ാം പ്രാവശ്യം സഭയിലേക്ക് ക്ഷണിച്ച സഹോദരി നിൽക്കുന്നു, അവിവാഹിതയായി നിൽക്കുന്നു. ഏതാണ്ട് പ്രായം കൊണ്ട് എന്നോട് അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടി. എന്തായാലും പോയി കണ്ടുകളയാമെന്ന് തീരുമാനിച്ച് ഞാൻ പോയി കണ്ടു. അങ്ങനെ എരുമേലിയില് കനകപ്പലത്തുള്ള മടത്തുങ്കൽ പിന്നെ പൊടിയച്ചായന്റെ മകൾ അന്നമ്മയെ ഞാൻ വിവാഹം കഴിച്ചു. ഏതാണ്ട് 90 ഏപ്രിൽ മാസം 16-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അന്നമ്മ പറഞ്ഞു, അന്നമ്മ വയനാട്ടിൽ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയാണ്. അപ്പോൾ ആദിവാസികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നു എങ്കിൽ മാത്രമേ കല്യാണം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ചില ഭൗതികമായ ചില നന്മകളൊക്കെ തരാമെന്ന് അന്ന് അപ്പൻ പറഞ്ഞിരുന്നു. അമ്മായിയപ്പൻ ഒന്നും തന്നില്ല. അമ്മായിയപ്പനും അമ്മായിമ്മ മരിച്ചു, ഇന്നുവരെ ഒന്നും തന്നിട്ടുമില്ല. ഞാൻ പരാതിപ്പെട്ടിട്ടുമില്ല. എന്നാൽ ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഉടനെ വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു വന്നു. അവിടെ ആദിവാസികളുടെ ഇടയിലെ പ്രവർത്തനമായിരുന്നു. ചില മാസങ്ങൾ അവിടെ പ്രവർത്തിച്ചു. അപ്പോഴാണ് ബൈബിൾ സ്കൂൾ, അവരുടെ ഒരു ബൈബിൾ സ്കൂള്, ഒരു സംഘടന ആയിരുന്നു. സംഘടനയിൽ ചേർന്നാണ് പ്രവർത്തിച്ച സംഘടന ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. അതിൽ 1 വർഷം പഠിച്ചു. അങ്ങനെ ഏതാണ്ട് 1992 ഏപ്രിൽ മാസമായപ്പോൾ ദൈവം ഞങ്ങൾക്കൊരു മകളെ തന്നു. ആ സമയത്ത് ഞങ്ങള് വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ മകള് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അന്നമ്മ 4 മാസം ഈ മകളെ ഗർഭിണിയായിരുന്നപ്പോൾ സുവിശേഷ വിരോധികളുടെ ഉപദ്രവം ഞങ്ങൾ താമസിച്ച ഭവനത്തിലുണ്ടാകും. സുവിശേഷ വിരോധികളുടെ മർദ്ദനമേറ്റ് എൻ്റെ ഇടത് കൈ തളർന്നു. തല്ലുകൊണ്ട് രക്തം ധാരധാരയായി ഒഴുകി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ദൈവസന്നിധിയിലിരിക്കുക, ഒന്നെങ്കിൽ ഒരു വിടുതല് അല്ലെങ്കിൽ മരണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരുന്നു. അനേക ആദിവാസികളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. പക്ഷെ ആരെ സ്നാനപ്പെടുത്തിയിട്ടില്ല. 10-40 പേര് കൂട്ടായ്മയ്ക്കുണ്ട്. എങ്കിലും അതിനിടയിലാണ് ഈ ഉദ്രവം. അതിനിടയിൽ 2 കന്യാസ്ത്രീകൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. എന്നാൽ ഈ ഉദ്രവം ഉണ്ടായതിനു ശേഷം അവരും ഭയന്ന് പ്രാർത്ഥനയ്ക്ക് വരാതെയായി. ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിലായി. ഉപവസിക്കാൻ തീരുമാനിച്ചു. ദൈവസന്നിധിയിലിരുന്ന് ഉപവസിക്കാൻ തുടങ്ങി. ഉപവാസം ഞങ്ങളുടെ ആ സംഘടനയുടെ അന്നത്തെ നിയമം എന്ന് പറയുന്നത് 1 ദിവസം ഉപവസിക്കണമെങ്കിൽ ആരോടും ചോദിക്കണ്ട. പക്ഷെ 3 ദിവസം ഉപവസിക്കണമെങ്കിൽ 1 മാസം മുമ്പ് പെർമിഷൻ എടുത്തിരിക്കണം, എഴുതി കൊടുത്ത്. അങ്ങനെ ഒരു നിബന്ധനയായിരുന്നു അന്ന് ആ സംഘടനയ്ക്ക്. ഞാൻ അതിശയിച്ചു പോയി. എങ്കിലും ഞാൻ എന്ത് ചെയ്തു? ഉപവസിക്കാൻ തീരുമാനിച്ചു, ആരോടും ചോദിക്കാതെ. അങ്ങനെ ഉപവസിച്ചു. 7 ദിവസം ഇരുന്നു.
7 ദിവസം ഇരുന്നപ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടു 3 ആഴ്ചക്കാലം ഇരിക്കാൻ. ആദ്യമായിട്ടാണ് ദൈവസേനയിൽ 3 ആഴ്ചക്കാലം ഉപസിക്കാൻ ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഇടത് കൈ ഞാനിങ്ങനെ വലത് കൈ കാലിന്റെ തുടയിൽ അടിച്ചുകൊണ്ടാണ് പാട്ട് പാടുന്നൊക്കെ. തോർത്ത് പോലും പിഴിയാൻ കഴിയുന്നില്ല. അന്നമ്മയാണെങ്കിൽ 4-5 മാസം ഗർഭിണിയാണ്. സഹായിപ്പാൻ കൂട്ടത്തിൽ 2-3 സഹോദരിമാരുള്ളത് ഞങ്ങളെ ഫീൽഡിൽ പോകുന്ന സഹോദരിമാരാണ്. അങ്ങനെ ഇരിക്കെ വളരെ പ്രയാസമായി മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഉപവാസത്തിന്റെ 19-ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒന്നെങ്കിൽ എന്റെ ജീവനെ എടുത്തു മാറ്റണം, അതല്ലെങ്കിൽ എനിക്ക് സൗഖ്യം തന്നാണ് ഈ മാർഗത്തിൽ കൊണ്ടുവന്നത്, എനിക്ക് സൗഖ്യം തരണം, ഒരത്ഭുത സൗഖ്യം എനിക്ക് തന്നെങ്കിൽ മാത്രമേ. അപ്പൊ അന്ന് ഈ തല്ലുകൊണ്ട് ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടെ കൊണ്ടുപോയാക്കിയെങ്കിലും ഡോക്ടർ പറഞ്ഞു ഈ കൈയുടെ കുഴയുടെ ഭാഗത്ത്, ഉരത്തിന്റെ ഭാഗത്തുള്ള അസ്ഥി പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഇണക്കിന് കേടുപറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ വൈത്തിരി ആശുപത്രിയിൽ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഒരു മെഡിക്കൽ കോളേജിലും പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഒന്നെങ്കിൽ മരിക്കുക, അതല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ച് വീണ്ടും എഴുന്നേൽക്കുക. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ദൈവസേനയിലിരുന്നു. 19-ാമത്തെ ദിവസം സന്ധ്യാസമയത്ത് കുറച്ച് സഹോദരിമാര് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. അവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഒരു പാട്ടുപാടി ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എനിക്കൊരിക്കൽ സൗഖ്യം തന്ന ദൈവം പിന്നെ വേറൊന്ന് പറയുന്ന ദൈവമല്ല, സർവശക്തനാണ്, സൗഖ്യദായകനാണ്. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, അതിന്റെ മാഹാത്മ്യം നിലനിൽക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് ഈ പാട്ടിന്റെ ആരാധനയുടെ നല്ല ഒരു അവസ്ഥയിൽ വന്നപ്പോൾ എന്റെ ശരീരം മുഴുവൻ കുളിരു കോരിയിട്ടു. ഞാനിങ്ങനെ 2 കൈയും എടുത്ത് മുകളിലേക്കൊന്ന് അടിച്ചു. അതിനുശേഷം ഈ കൈ ഇന്ന് വരെ താത്തിടേണ്ടി വന്നിട്ടില്ല. കർത്താവ് അത്ഭുതകരമായ ഒരു സൗഖ്യം എനിക്ക് തന്നു. അസ്ഥികളെ കൂട്ടി യോജിപ്പിച്ചു. ആ ഇണക്ക് വളരെ ക്ലിയറായി വന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഉള്ളത് പറയാം, ഏതാണ്ട് 35 വർഷത്തോളമാകുന്നു ഞങ്ങളുടെ അന്ന് അന്നമ്മ 5 മാസം ഗർഭിണിയായിരുന്ന മകള് ഇന്ന് 31 വയസ്സുള്ള മകൾ, 32 വയസ്സുള്ള മകൾ ഇന്ന് ബീഹാറിൽ കർത്താവിന്റെ വേലയ്ക്കായി പോയിരിക്കുന്നു. അവൾക്ക് 2 മക്കളുണ്ട്. അത് കൂടാതെ അങ്ങനെ ഇരിക്കെ ഈ മകൾ ഞങ്ങൾക്കുണ്ടായി. എനിക്ക് സൗഖ്യം തന്നു. ആ സൗഖ്യം ലഭിച്ച ഉടനെ തന്നെ ആ ദേശത്ത് നിന്ന് ഒരു 15 പേരെ സ്നാനത്തിലേക്ക് കൊണ്ടുപോയി. സ്നാനപ്പെടുത്തിയത് ഞാനല്ലെങ്കിലും ഏലിയാച്ചാനാണെങ്കിലും 15 പേരെ അന്ന് അവിടെ സ്നാനപ്പെടാനിടയായി തീർന്നു. അങ്ങനെ ദൈവം വലിയ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ വടക്കനാട് വന്ന് പ്രവർത്തിച്ചു. അവിടെ ആത്മാക്കളെ ദൈവം തന്നു. കല്ലൂര് പ്രവർത്തിച്ചു, അവിടെ ആത്മാക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. പുൽപ്പള്ളിയിൽ വീണ്ടും പോയി പ്രവർത്തിച്ചു. ദൈവം അവിടെ നിന്ന് ആത്മാക്കളെ എഴുന്നേൽപ്പിച്ചു. എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം ദൈവം ആത്മാക്കളെ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് വയനാട്ടിൽ ആദിവാസികളുടെ ഇടയിലുള്ള രക്ഷിക്കപ്പെട്ടവരോ പാസ്റ്റർമാരോ ആയിട്ടുള്ള അനേകരുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകളും ഞാനും അന്നമ്മയും നടന്നുപോയി പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ്. അതിൽ എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല. എങ്കിലും ഇപ്പോഴും എൻ്റെ ചിന്ത, ഞാൻ ഇതുവരെയും കർത്താവിന് വേണ്ടി എൻ്റെ ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ, എനിക്ക് ഒരു വലിയ കൂട്ടം ആത്മാക്കളെ നേടി കർത്താവിലേക്ക് ആദായപ്പെടുത്തിയിട്ട് പ്രതിഫലം അവിടുന്ന് കിട്ടിയാൽ മതി, ഇവിടുന്ന് ഒന്നും കിട്ടിയില്ലേലും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഈ ആദിവാസികളായ സാധുക്കളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിന്റെ അതീവമായ താല്പര്യമാണ്. ഇപ്പോൾ ഞാൻ ചില മാസങ്ങളായിട്ട് ഇവിടെ നിന്ന്, ഞാൻ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ അകലത്തിലുള്ള കോറോം എന്ന് പറയുന്ന സ്ഥലത്ത്, മക്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി 2 കിലോമീറ്റർ മലമുകളിലേക്ക് നടന്നാണ് ഞാൻ പോയി പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 20, ചില ദിവസങ്ങൾ, ചില ഞായറാഴ്ചകളിൽ 22, 25 ഒക്കെ ആളുകൾ ഇങ്ങനെ ആരാധനയ്ക്ക് വരും. നല്ല ഒരു അനുഭവം, ആഗ്രഹമുള്ള സാധുക്കളായ ജനങ്ങളാണ്. അപ്പോൾ ഇതിനിടയിൽ 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ. എനിക്കൊരു മകളുണ്ടായി.
ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു. അപ്പൊ ആരും സഹായിക്കാനില്ലായിരുന്നു. എൻ്റെ വൈഫിന്റെ അമ്മ വന്ന് ഏതാണ്ട് ഒരു 10-30 ദിവസം അവിടെ വീട്ടിൽ വന്ന് നിന്നു. പിന്നീടുള്ള ആ ശുശ്രൂഷകളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും എനിക്കൊരു മടി തോന്നിയിട്ടില്ല. കാരണം അഭിഷേകം ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാൻ, എന്ത് ജോലി ചെയ്യാൻ, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാതെ അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞു, അവനെ പാഠം പഠിപ്പിക്കാനായിട്ട് ഒരു പെണ്ണിനെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്നെ അപമാനിക്കാൻ തുടങ്ങി. ഒരു പെങ്കൊച്ചിനെ ശരിക്കും അവന് കൊടുത്തിട്ടുണ്ട്, അവനെ പാഠം പഠിപ്പിക്കാൻ. അപ്പൊ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത്, അതിനു മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. ഞങ്ങൾ അതെ, വയനാട്ടിൽ നിന്ന് ഇതിനിടയിൽ ഞങ്ങൾ നാട്ടിലേക്കൊന്ന് പോയി കുറച്ച് നാൾ ശുശ്രൂഷിച്ചു. എരുമേലിയിൽ വെച്ച് എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി. അമ്മ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അമ്മയും അപ്പനും ഒക്കെ മരിച്ചു. മൂത്ത പെങ്ങള് മരിച്ചു, മൂത്ത അളിയൻ മരിച്ചു, ജ്യേഷ്ഠൻ മരിച്ചു. അപ്പന്റെ ആദ്യത്തെ കുടിയിൽ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചു. രണ്ടാമത്തെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ 3 പെങ്ങന്മാരും മാത്രമേ എനിക്കുള്ളൂ. അപ്പോ അവര് നാട്ടിലുണ്ട്. അവരാരും രക്ഷയുടെ അനുഭവത്തിൽ വന്നില്ല, കത്തോലിക്ക സമുദായത്തിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കെ ഇവരെന്നെ അപമാനിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ എനിക്കൊരു ആൺകുഞ്ഞിനെ കൂടെ തരണം. ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വൈത്തിരി നിന്ന് മാറി വടക്കനാട്ട് വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൾക്ക് 9 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി, രണ്ടാമത്. അങ്ങനെ ഇരിക്കെ അപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല, യാതൊരുവിധ സെല്ലുകളും ജീവനുള്ളതല്ല, എല്ലാം നിർജീവമാണെന്ന് പറഞ്ഞെങ്കിൽ ദൈവം റീകണ്ടീഷൻ ചെയ്തു. എൻ്റെ ദൈവം ആരാ, യേശു ആരാകുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാ പ്രിയപ്പെട്ടവരെ ഞാൻ. അതുകൊണ്ട് എന്തായാലും വേണ്ടിയില്ല. അങ്ങനെ ഇരിക്കെ അന്നമ്മ 4 മാസം, രണ്ടാമത്തെ കുഞ്ഞിനെ 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ കല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഒരു സഭയില് എനിക്ക് അല്പസമയം തന്നു. അവിടെ ശുശ്രൂഷിച്ച ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എനിക്കൊരു മകളെ തന്നു, ഇനി എനിക്കൊരു മകനെ കൂടി തന്നിരിക്കുന്നു. പ്രസംഗമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പം അവിടുത്തെ മെയിൻ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എന്നാ മണ്ടത്തരാ പറഞ്ഞെന്ന് ചോദിച്ചു. കിട്ടാതെ പറയാൻ നോക്കൂ. എൻ്റെ വൈഫും ചോദിച്ചു, എന്ത് പൊട്ടത്തരമായി വിളിച്ചു പറഞ്ഞു പൊതുവേദിയില്, ഇങ്ങനെ കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു, നമ്മൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് നമ്മൾ വിളിച്ചു പറയുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ട് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്താണ്, എനിക്ക് കർത്താവ് ആൺകുഞ്ഞിനെ തന്നിരിക്കുന്നു എന്ന് പിന്നെയും പറഞ്ഞു ഒച്ചത്തി. അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫ് ഡെലിവറിക്ക് വേണ്ടി സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് ആശുപത്രിയിലാക്കി. സമയം ഏതാണ്ട് ആയി കഴിഞ്ഞപ്പോൾ അവിടെ ആക്കി 1-2 ദിവസം അവിടെ വിശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ ആ ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ എവിടെ ചെന്നാലും അല്പഹാസ്യമായ രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നോട് വളരെ സ്നേഹമുണ്ട്. അപ്പോൾ കർത്താവ് ഇങ്ങനെ സൗഖ്യം തന്ന വിവരമൊക്കെ ഞാൻ സാക്ഷ്യം പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും വളരെ കൂളായിട്ടും വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ഇടപെടുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട്. അങ്ങനെ ഇരിക്കെ പ്രസവത്തിന്റെ സമയം അടുത്തു. എന്നോട് അവിടുത്തെ മെയിൻ നേഴ്സ് വന്നേച്ച് പറഞ്ഞു, ഇന്ന് ഈ ആശുപത്രിയിൽ 7 പെണ്ണുങ്ങൾ പ്രസവിച്ചു, 7 പെൺമക്കള്, ഇനി 8ാമത് ഉപദേശിക്ക് ഒരു പെങ്കൊച്ചും കൂടി ഉണ്ടാകാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, അല്ല, 8ാമത് ഉണ്ടാകുന്ന ആൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും അന്നമ്മയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, അന്നമ്മ പ്രസവിച്ചു ആൺകുഞ്ഞ്. കുഞ്ഞിനെ കുളിപ്പിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടേ തന്നു. ആ കുഞ്ഞിന് അന്നേരം തന്നെ ഞാൻ ആരോടും ചോദിക്കാതെ പേരിട്ടു, സാം എന്ന് പേരിട്ടു. കാരണം ദൈവത്തോട് ചോദിച്ചു മേടിച്ചതായതുകൊണ്ട് അവന് സാം എന്ന് പേരിട്ടു. അങ്ങനെ ആണിനെയും പെണ്ണിനെയും ദൈവം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഇരിക്കെ ഏതാണ്ട് എൻ്റെ മോന് 4 മാസത്തോളം പ്രായം വന്നപ്പോൾ ഞങ്ങൾ ഈ ഫെലോഷിപ്പിന്റെ, എല്ലാ ഫെലോഷിപ്പിനും ചില നിബന്ധനകളുണ്ട്, അതെല്ലാം ഒന്നും നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഫെലോഷിപ്പിന്റെ സാഹചര്യങ്ങളെയൊക്കെ വിട്ടേച്ച് എൻ്റെ നാട്ടിലേക്ക് പോയി കുഞ്ഞുങ്ങളെയും കൊണ്ട്. ഞങ്ങൾ എങ്ങനെ അവിടെ ചെന്നു വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ആ സമയത്താണ് എനിക്ക് ബൈബിൾ സ്കൂൾ പഠനം അല്പം കൂടി പഠിക്കണമെന്നൊരാഗ്രഹം വന്ന് എൻ്റെ വൈഫിനെയും 2 മക്കളെയും കൂടെ വൈഫിന്റെ വീട്ടിൽ കൊണ്ടേ ആക്കിയേച്ച് ഞാൻ ഏഴംകുളത്ത് എവരിയോൺ ക്രൂസൈഡ് ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ പോയി പഠിച്ചു.
അവിടെ പോയി 1 വർഷം പഠിച്ചു. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയൊന്നുമില്ല, ഇതുവരെയും കിട്ടിയില്ല. എന്തായാലും ആ സ്ഥാപനം ഇപ്പൊ ഇല്ല, അവിടെ പഠനമൊന്നുമില്ല. എന്തായാലും അവിടെ പഠിച്ചു. അവിടെ നല്ല ദൈവദാസന്മാരായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നല്ല വചനം ഹൃദയത്തിൽ പതിയുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് ആ പഠനമെല്ലാം കഴിഞ്ഞ് മറ്റൊരു സംഘടനയെ ചേർന്ന് കുറച്ചു നാൾ അവിടെ പ്രവർത്തിച്ചു. മുട്ടപ്പള്ളി, എരുമേലി, ഈ സ്ഥലങ്ങളിൽ, നാരകത്താനി എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തിച്ചു. അവിടെയൊക്കെയും ദൈവം ആത്മാക്കളെ തന്നു. വീണ്ടും വയനാടിനെ കുറിച്ചുള്ള ഒരു ഭാരം എൻ്റെ മനസ്സിൽ ഉണ്ടായത് കൊണ്ടാണ് 2004 ഞങ്ങൾ കുടുംബമായിട്ട്, അതിനിടയിൽ ഞങ്ങൾക്ക് കോഴഞ്ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മകളെ കൂടെ ദൈവം തന്നു. ആ മകളാണ് ഇപ്പോൾ അക്സ മോള്. ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിനെല്ലാം വലിയ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഭവനത്തിലുള്ളത്. 27 വയസ്സായി അവൾക്ക്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വയനാട്ടിലേക്ക് വന്നു. കാക്കവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ താമസിച്ചു പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു, സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിലൊക്കെ ഒത്തിരി പ്രതികൂലങ്ങളെല്ലാം ഉണ്ടായി. അതെല്ലാം ഒന്നും പറയാൻ സമയം ഇല്ല, ഞാൻ അതെടുക്കുന്നില്ല. എന്നാൽ അതിലുപരിയായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ്. അഥവാ യേശുവിനെ അറിഞ്ഞവനെ, യേശുവിനെ കണ്ടെത്തിയവനെ, യേശുവിനെ സ്നേഹിച്ചവനെ ഒരിക്കലും യേശു കൈവിട്ട് കളഞ്ഞിട്ടില്ല. എന്നാൽ ഒത്തിരി ട്രെയിനിങ് നമ്മൾക്ക് തരും എന്നുള്ളത് സത്യം. രോഗം വരാം, ദുഃഖം വരാം, വീഴ്ചകൾ ഉണ്ടാകാം, ശരീരത്തിന് മാരകമായ മുറിവുകൾ ചിലപ്പോൾ ഏറ്റേക്കാം. പക്ഷെ ഇതൊന്നും എനിക്ക് ഏറ്റിട്ടില്ല. എനിക്ക് ഏറ്റ മുറിവുകളും അല്ലെങ്കിൽ രോഗങ്ങളും അസ്ഥിക്ക് വന്ന പ്രയാസങ്ങളും എല്ലാം ദൈവം എനിക്ക് സൗഖ്യമാക്കി തന്നു എന്നുള്ളത് സത്യം. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് പ്രചോദനം തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥതയോടെ 1-2 കാര്യങ്ങളുടെ പറഞ്ഞ് ഞാനിത് വൈൻഡപ്പ് ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞങ്ങള് ഇങ്ങനെ സ്വതന്ത്രമായി കാക്കവയലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഈ കുളകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിച്ചു. ഒരു ഫെലോഷിപ്പ് ഞങ്ങളെ കുറച്ചു കാലത്തേക്ക് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു വീടില്ലല്ലോ, ഒരു വീടില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ എനിക്ക് അതിൽ വലിയ സങ്കടം തോന്നില്ല. അന്നമ്മ എന്നും പറയും, അന്നമ്മ എന്നാണ് എൻ്റെ വൈഫിന്റെ പേര്. അന്നമ്മ എന്നും പറയും, നമുക്കൊരു വീട് വേണ്ടേ, കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു വീട് ഒരുക്കപ്പെടുന്നുണ്ട്. കൈപ്പണിയല്ലാത്ത ഒരു വീട്, നിത്യഭവനം നമുക്ക് ഒരുക്കുന്നുണ്ട്. അത് മതി. അതിൽ കൂടി ഒരു ഭവനം ഇവിടെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എങ്കിലും മക്കളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊരു വീട് വേണമെന്ന് പറഞ്ഞ് അന്നമ്മ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുക പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10 ലക്ഷം രൂപ എവിടുന്നേലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു വീട് ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് അന്നമ്മ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം മറ്റൊരാള് മേടിച്ച ഒരു സ്ഥലമായിരുന്നു. അത് ഏതാണ്ട് ഒരു 19 സെന്റ് സ്ഥലവും അതിലെ ഒരു ചെറിയ വീട് ഞാനായിട്ട് തന്നെ പണിതതാണ്. ചെറിയ വീടാണ്, ഷീറ്റിട്ട് ഒരു ചെറിയ വീടുണ്ട്. ആ വീട് അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അച്ചായൻ പറഞ്ഞു, അച്ചായൻ അമേരിക്കയിലുള്ളതാണ്, കോടീശ്വരനാണ്. എങ്കിലും അച്ചായൻ പറഞ്ഞു, ഈ സ്ഥലം നിങ്ങൾക്ക് ഇത്രയും നാളും താമസിക്കാനൊക്കെ തന്നു, പ്രവർത്തനം ഒക്കെ നിങ്ങൾ നോക്കി, ഞാൻ ഇനി അത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് മാറിത്തരണമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് മാറിത്തരണമെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ അവധി അവരെനിക്ക് തന്നു. അവർ പറഞ്ഞ തുകയൊന്നും ഈ സ്ഥലത്തിനും കിട്ടുകയില്ല. അങ്ങനെ ഇരിക്കെ ഈ സ്ഥലം ഞാൻ ഈ കഴിഞ്ഞ ഏതാണ്ട് 2023 ആരംഭത്തിൽ 22 അവസാനത്തെ മാസം ആ ചായൻ വന്നേച്ച് പറഞ്ഞു, ഈ സ്ഥലം ഞങ്ങൾ എന്തായാലും വിൽക്കുകയാണ്, പാസ്റ്റർക്ക് എന്തേലും ഒന്ന് തന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞ, അച്ഛാ എനിക്ക് ഇവിടുന്ന് ഈ പ്രായമായി, ഇനി കെട്ടിപ്പെറുക്കിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല, ഞാൻ എൻ്റെ പൈസ എത്രയാന്ന് വെച്ചാൽ അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. എൻ്റെ ഈ കാശൊന്നുമില്ല, എന്നാൽ എൻ്റെ മോള് ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് കാശൊക്കെ ഒരു കരുതൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അധികം പൈസയൊന്നുമില്ല. അവർ ചോദിക്കുന്ന കാശ് കൊടുക്കാനൊന്നുമില്ല. അവർ ചോദിച്ചു 10 ലക്ഷം രൂപ തരുമോ? ഞാൻ പറഞ്ഞില്ല. 10 ലക്ഷം പോയിട്ട് അതിൻ്റെ പകുതി പോലും തരാൻ എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാനൊരു 5-6 ലക്ഷം രൂപ അങ്ങ് തന്നേക്കാന്ന് ഒരു വാക്ക് പറഞ്ഞു പോയി. അങ്ങനെ ഇരിക്കെ പുള്ളി അത് സമ്മതിച്ചു. 2023 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം വന്നേച്ച് ആ സ്ഥലം എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷെ എഴുതി മേടിക്കാൻ ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയതുള്ളായിരുന്നു. ആ 4 ലക്ഷം രൂപ കൊടുത്തു എഴുതി മേടിക്കണമെങ്കിൽ സർക്കാർ ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടിയുടെയൊക്കെ സ്റ്റാമ്പ് പേപ്പറിന്റെ ഒക്കെ വില 4 കൂടിയതുകൊണ്ട് ഏതാണ്ട് ഒരു 87,000 രൂപയോളം അത് എഴുതി മേടിക്കാൻ തന്നെയായി. 19 സെന്റും വീടും കൂടി.
അങ്ങനെ ആയി കഴിഞ്ഞ് ഇതെല്ലാം ഒരു തരത്തിൽ എഴുതി കാശ് മേടിച്ച് 4 ലക്ഷം രൂപ കൊടുത്ത് ഇത് എഴുതി തരാൻ ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പിന്നെ 4 ലക്ഷം തന്നുള്ളൂ, എന്തായാലും വന്നതല്ലേ, എനിക്കിനി എപ്പോഴും വരാനൊക്കത്തില്ല, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഈ കാശ് തന്നേക്കണമെന്ന് പറഞ്ഞ് ഈ സ്ഥലം ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും കൂടെ എന്റെ പേർക്ക് എഴുതി തന്നിട്ട് പോയി. അദ്ദേഹം കോടീശ്വരനാണ്. 30 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കെ ഒരു സാധനവും മേടിക്കത്തില്ല. ഈ തീരുമാനം ഉണ്ടെങ്കിലും ഈ വീട് സ്ഥലവും കൂടെ മേടിച്ചത് 2 ലക്ഷം രൂപയുടെ കടം ഞങ്ങൾക്ക് ബാധ്യത വന്നു. 2 ലക്ഷം രൂപ. അത് സാരമില്ല, കർത്താവ് വീട്ടിൽ തരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥത്തോടെ പറയട്ടെ, ദൈവത്തെ സേവിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുമെന്ന ആ തിരുവചനം. അതുകൊണ്ട് ഈ ദൈവത്തെ ഒരു നാളും, അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, എന്നും എന്നേക്കും നമ്മുടെ ദൈവം ജീവപര്യന്തം നമ്മെ വഴി നടത്തുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ 70-ാമത്തെ വയസ്സിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അതോടൊപ്പം തന്നെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ചാനലിൽ എന്റെ സാക്ഷി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഇതിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസിക്കും കുടുംബത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇത് വിവിധ മേഖലകളിൽ ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ഈ എന്റെ വലിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ഇത്ര അനുഗ്രഹീതമായ സാക്ഷ്യം ഇരുന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. സമയത്തിന്റെ പരിമിതിയായിരുന്നു. ഞാൻ ചിന്തിച്ചു 2 പ്രാവശ്യമായിട്ട് എടുക്കേണ്ട സാക്ഷ്യമായിരുന്നു. എന്താണെങ്കിലും ഇത്രത്തോളം ചുരുങ്ങിയ വാചകത്തിലൊക്കെ ഇത്രയും സംഭവബഹുലമായ സാക്ഷ്യത്തെ ഇത്ര ചുരുക്കമായിട്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുവാൻ അതിനും ദൈവം കൃപ നൽകിയല്ലോ. സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നടുവിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ വചനദീപ്തി സാക്ഷ്യകൂടാരത്തിൽ ഇന്ന് പകൽക്കാലം ഈ അനുഗ്രഹീതമായ സാക്ഷ്യം കേൾപ്പിക്കുവാൻ തനിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ആ ചെറുപ്പകാലങ്ങളിലൊക്കെ നടന്ന അനുഭവങ്ങൾ, എത്രയോ തവണ ജീവിതം നശിച്ചു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് കണ്ടു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് ഇന്ന് ഈ വയലിൽ അധ്വാനിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നത്. കർത്താവ് അവിടെയൊക്കെ ട്രെയിൻ ചെയ്യിച്ച് അവിടെയൊക്കെ പണിതെടുത്ത് അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കൊണ്ട് ഞാൻ ചിന്തിക്കുക, ഇന്നിപ്പോൾ ആദിവാസികളുടെ ഇടയിൽ വേല ചെയ്യുമ്പോൾ അന്ന് മലയോരങ്ങളിൽ കൊണ്ടുപോയിട്ട് പല കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് ആദിവാസികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചും ജീവിതത്തിൽ ചെയ്തും പോന്നില്ലായിരുന്നുവെങ്കിൽ ഇവരോടൊക്കെ താതാത്മ്യപ്പെട്ട ആ വേല ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ ദൈവിക പദ്ധതികളാണ്. ഒരുവനെ ദൈവം അവന്റെ അടുക്കലേക്ക് മറ്റൊരാളെ എത്തിക്കേണ്ടതിന്, കർത്താവ് അവനെ പോലെ ആക്കി തീർക്കേണ്ടതിന് നമുക്ക് വേണ്ടി കർത്താവ് മനുഷ്യ വേഷം എടുത്താണ് ഈ ഭൂമിയിലേക്ക് വന്നത്, നമ്മളെ പോലെയായി തീർന്ന്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസും പറഞ്ഞു, ഞാൻ ദരിദ്രനായിരിക്കാനും സമ്പന്നനായിരിക്കാനും ഒക്കെ ശീലിച്ചിട്ടുണ്ട്, ആരുടെ ഇടയിൽ പോയാലും അതുപോലെ ചെയ്യുവാൻ. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് ഈ സത്യ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ എന്തോരം ദൈവങ്ങൾ ഉള്ളവരുടെ ഇടയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര ഈസി ഒന്നും അല്ല അങ്ങനെയുള്ളവരുടെ ഇടയിലുള്ള വേലകളെ. എനിക്കറിയാം, ഞാൻ ഛത്തീസ്ഗഡിൽ കുറേ വർഷങ്ങളെ ഞാൻ ആദിവാസികളുടെ ഇടയിൽ വേല ചെയ്തവളാണ്. അതിന്റെ ആ കാഠിന്യം എന്നാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ 98, 97, 96, 98 കാലങ്ങളിലാണ് ഛത്തീസ്ഗഡിലെ ആദിവാസികളുടെ ഇടയിൽ. അന്ന് വിവസ്ത്രരായിരിക്കുന്ന ആളുകളാണ്. ഇന്നും അത്ര വലിയ പുരോഗതി ഒന്നും എത്തിയിട്ടില്ലെങ്കിലും വലിയ പുരോഗമനങ്ങളിലേക്ക് അവരെത്തി. അപ്പോൾ അത്ര ടഫായിരുന്നു. അപ്പൊ എനിക്കറിയാം ഇതൊക്കെ ഭയങ്കരമാകുന്ന പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പിടിച്ചു നിൽക്കാനായിട്ടുള്ള കരുത്ത് കിട്ടത്തില്ല. അതിനാണ് കർത്താവ് ട്രെയിനിങ് തന്നത്. ഒരു മോശയെ ട്രെയിൻ
ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് ഇങ്ങനെ എല്ലാ പാഠങ്ങളും അഭ്യസിപ്പിച്ചതുപോലെ. അപ്പൊ ഇതിന്റെയൊക്കെ മദ്യം എന്താണ്, മയക്കുമരുന്ന് എന്താണ്, മാഫിയ എന്താണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചെങ്കിൽ മാത്രം, അത് ജീവിത അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവിടുന്ന് ഇവിടുന്ന് ഒന്നും കേൾക്കുന്നതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കടന്നുപോയി. പക്ഷേ കടന്നു പോയ സാഹചര്യത്തിലും നഷ്ടപ്പെട്ടു പോകാതെ, ജീവിതം അവസാനിക്കാതെ ഈ 70-ാം വയസ്സ് വരെയും കർത്താവ് നിർത്തി കുഞ്ഞുങ്ങളെ തന്നു. ലോകവൈദ്യർ വിധി എഴുതിയ സ്ഥാനത്ത് സ്വർഗം അത്ഭുതങ്ങളുടെ ദൈവമായി പ്രവർത്തിച്ചല്ലോ. ഇന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഇന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അവൻ വേഗം വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തന്റെ ദാസനെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് വരെയും നടത്തിയ വിധങ്ങളെ നമ്മൾ കേട്ടല്ലോ. നാളത്തേതിലും അവൻ നടത്തുവാൻ വിശ്വസ്തൻ. ഈ ഭൂമിയിലെ നമ്മുടെ ശുശ്രൂഷയും ഈ ഭൂമിയിലെ നമ്മുടെ വിസയുടെ കാലാവധിയൊക്കെ തീരുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നമ്മുടെ പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാകയാൽ ഇന്ന് പകൽക്കാലം ശക്തമായി കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തദാസനെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ശക്തിയോടെ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഞങ്ങളെ കർത്താവെ, പാപത്തിന്റെ അന്ധകൂപത്തിൽ കിടന്നവരൊക്കെ ആയിരുന്നു. ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ഞങ്ങളെ തേടി വന്ന് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു തന്നുവെങ്കിൽ പ്രാണപ്രിയനെ, അങ്ങയുടെ പാതയെ പിൻപറ്റുവാൻ കർത്താവ് ഈ ഭാഗ്യം തന്നല്ലോ. അങ്ങയുടെ അഭിഷിക്തനെ കുടുംബമായി ശക്തമായി പിന്നെ കരങ്ങൾ വഹിക്കണമേ. ആരോഗ്യം, ബലം, ശക്തി, ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലകളിലുള്ള എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് എന്റെ സ്വർഗം അവർക്കായി പ്രവർത്തിക്കണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ആമേൻ. ഞങ്ങളുടെ വേലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക ഓർത്ത് സ്തോത്രം. കർത്താവെ, ഇങ്ങനെ ഒരു ഭാഗ്യ പദവി കർത്താവ് നൽകിയല്ലോ. കർത്താവെ, തന്റെ പിതാവ് മദ്യപാനിയായിരുന്നു, എന്നാൽ താനും മദ്യപാനിയായി തീർന്നു. എന്നാൽ താനൊരു സുവിശേഷകനായി മാറി തന്റെ മക്കളും ഈ സുവിശേഷ വേലയിൽ എത്തപ്പെടുവാൻ ഇടയാക്കിയല്ലോ. ആകയാൽ പിതാക്കന്മാരിയ്ക്കുന്നിടത്ത്, ആമേൻ, പിതാക്കന്മാരുടെ സ്ഥാനത്ത് മക്കളെ ഇരുത്തുന്ന ദൈവം നല്ല കർത്താവെ സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചല്ലോ. അവരുടെ വേലകളിലെല്ലാം കൂടെ ഇരുന്ന് സഹായിച്ചാട്ടെ. എല്ലാ നന്മകളാലും നിറച്ചനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു. മറാനാഥ.